The thing with CTO is that because I'm a CTO, there are a lot of books for CEOs, right? Great CEO book. It's a very good book, right? CTO അങ്ങനത്തെ സാധനമില്ല. നമുക്ക് ഉണ്ട് ഒരെണ്ണം ഞാൻ വരുന്നില്ല, പക്ഷേ ഒരെണ്ണം ദ CTO ഹാൻഡ് ബുക്ക്. ഇറ്റ്സ് ഓൾറെഡി അവൈലബിൾ ഓൺ GitHub. ഇറ്റ്സ് എ വെരി ഗുഡ് റിസോഴ്സ് ഫോർ CTO, റൈറ്റ്? അപ്പോൾ ഐ ഡോണ്ട് ഇവൻ ടൈപ്പ് റൈറ്റ് നൗ. ഞാൻ എൻ്റെ ഒരു സോണി WH ഹെഡ്സെറ്റ് ഉണ്ട്, അതിലൊരു മൈക്ക് എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ സൂപ്പർ വിസ്റ്റോർ എന്ന ആപ്പ് ഉണ്ട്, മാക്കിലുള്ള ടൈപ്പ് ചെയ്യുന്നതിന് വരാണ്. സോ ഐ എം ഓൾവേസ് ലൈക്ക് ടോക്കിംഗ് ടു ദ കമ്പ്യൂട്ടർ റൈറ്റ് നൗ. ടോണി സ്റ്റാർക്ക് പോലെ ഉണ്ടല്ലോ. ഇറ്റ്സ് വെരി ഗുഡ്, റൈറ്റ്? ടൈപ്പ് ചെയ്ത് സ്ലോ ആകുന്നുണ്ട്. ഐ വേക്കപ്പ് റിയലി ലേറ്റ്. ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീക്കുന്നത്. ഞാൻ ഓഫീസിലെത്തുന്നത് ബേക്കറി ലൈക്ക് ഇറ്റ്സ് എ മലബാർ ബേക്കറി. അവിടുത്തെ ഫേമസ് സാധനം പറയുന്നത് പച്ചമാങ്ങ ജ്യൂസാണ്. അപ്പോൾ ഞങ്ങൾ അതടിച്ചുകൊണ്ടാണ് എന്നെ കുറിച്ച് സംസാരിക്കുന്നത്. ഐ റിയലി ലൈക്ക് ഹിം. ഹിസാം എന്ന് പറയുന്നത് വെരി ഗ്രൗണ്ടഡ്, ഡൗൺ ടു എർത്ത്. ആ ടൈമിൽ കേരളത്തിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിനെല്ലാം ദേ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് overspending and stuff like that, right? Where they were not spending the money on the things that really added value to the user. Hissam was exactly the opposite, right? ഒരു രൂപ ചെലവാക്കാൻ സമ്മതിക്കില്ല. ഈ ഒരു എപ്പിസോഡിലെ സ്പോൺസർ കീ വാല്യൂ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള കമ്പനിയാണ്. 120 പ്രൊഡക്ട്സാണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതും ഒരു എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീമാണ്. ഇവർ ഏജൻറ്റിക് അല്ലെങ്കിൽ ഏജൻറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള പയനിയേഴ്സും കൂടിയാണ്. ഇവർ ഓൺ പ്രൊഡക്ട്സ് ആയിട്ടുള്ള കോഫി എന്ന പ്രൊഡക്റ്റ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എഞ്ചിനീയറിംഗ് ടീം അവരുടെ ഓഫീസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പല അവസരങ്ങളിലായിട്ട്. ഒരു സിംഗിൾ ഫ്ലോർ ഓഫീസാണ്. ഒരു സ്റ്റാർട്ടപ്പ് കൈൻഡ് ഓഫ് കൾച്ചറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കമ്പനിയാണ്. ഒരു ഹയറിംഗ് ആണ്. അപ്പോൾ മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ലേൺ മോർ അബൌട്ട് കീ വാല്യൂ ആസ് വെൽ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നൗ ബാക്ക് ടു ദി വീഡിയോ. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മുടെ ഇപ്പോൾ ഉള്ളത് രാഹുൽ രമേശ് ആണ്. എൻട്രി ആപ്പിൻ്റെ കോഫൗണ്ടറും CTO ആണ്. നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മൾ എൻട്രീൻ്റെ CEO ആയിട്ടുള്ള ഹിസാമിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോസ്റ്റ്ലി നമ്മൾ കമ്പനി ഡയറക്ഷനായിരുന്നു സ്പീക്ക് ചെയ്തത്. ഇത് നമ്മൾ പ്രൊഡക്റ്റും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എങ്ങനെ എഞ്ചിനീയറിംഗ് ടീം ബിൽഡ് ചെയ്തു, ടെക് എങ്ങനെയാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്, ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് സ്റ്റെപ്പ്. നമ്മൾ ഓഫ് ക്യാമറ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഓൺ ക്യാമറ നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ വെൽക്കം രാഹുൽ ടു KPH പോഡ്കാസ്റ്റ്. Thanks Felix. It has always been one of my wishes to come here. Oh yes. കാരണം Felix first content entry has been in the Kerala startup space for a long time, right? Yeah. So I usually don't come out and talk, but I wanted to talk in your podcast. Glad to get the privilege of that. And CEC മാഫിയ കൂടിയാണ്. I mean CEC is one of the college നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ which year was it when you 2012. graduate ചെയ്തത്? Yeah. Graduate എന്ന് പറയാൻ പറ്റില്ല. I kind of dropped out. I finished 4 years. പക്ഷേ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ പകുതി പേപ്പേഴ്സ് ക്ലിയർ ഉണ്ടായിരുന്നു. അതിൽ 25% പേപ്പേഴ്സ് ഞാൻ എഴുതിയിട്ടാണില്ല അതുവരെ. അപ്പോൾ I kind of say I dropped out. പക്ഷേ 4 years finish ചെയ്തു. Didn't see a purpose, but I really enjoyed the college life and I got a lot of value from being in Changanur in that college. Also, now coming forward to the journey, you are the CTO of co-founder of Entri, right? ആ ഒരു current stage എന്താണ് Entry-ൻ്റെ? Then we can go back to the Entry ഭയങ്കരമായിട്ട് വലുതായി. പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സൈസിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ ഓഫീസിൽ വരുന്ന ടൈമിൽ വി സി ലൈക്ക് 200 people, 300 people, റൈറ്റ്? പക്ഷേ കുറേ റിമോട്ടാണ്. ആൻഡ് വി ഹാവ് ഓഫീസസ് ഇൻ കോയമ്പത്തൂർ ആൻഡ് ഡൽഹി ആൻഡ് ബാംഗ്ലൂർ, റൈറ്റ്? അപ്പോൾ സൂമിൽ ടൗൺ ഹാളിൽ കയറുന്ന ടൈമിലാണ് മറ്റേ ആൾക്കാരുടെ നമ്പർ അവിടെ കാണുന്നത്, ലൈക്ക് 1000, 1200 അങ്ങനത്തെ കാറിൽ. അപ്പോൾ പലപ്പോഴും കാണുന്ന ടൈമിൽ I cannot believe that we did this or we are at this scale. So that is a major thing. And we have like hundreds of courses right now. Around 15 million users coming from Entry. Kore Kerala thunnaanu, mostly Kore South India, and there's a lot of Hindi belt and a lot of success stories. So mostly nammade Entry ulla courses parayam, if you're like after 18, 25 ആ റേഞ്ചിലാണെങ്കിൽ and you're looking for a job, you're looking to pick up a skill to get a job, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഒരു ജോബിലാണ്, you want to change your job and you're a little bit confused, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണെങ്കിൽ then Entry is a good fit. You can come to Entry, decide, there are a lot of courses, decide what excites you, what gives you gratification, and then pick it and get to a job hopefully.
Awesome. Now going back to the childhood where you got into tech. Yeah. ആ ഒരു moment of time എപ്പോഴായിരുന്നു? My childhood was not a happy childhood. Okay, so പുറത്തുനിന്ന് നോക്കുന്ന ടൈമിൽ ഇറ്റ് വാസ് ലൈക്ക് എ വെൽ ഫങ്ഷനിങ് ഗുഡ് ഫാമിലി. അച്ഛന് നല്ലൊരു ബാങ്കിൽ നല്ല മാനേജർ, നല്ലൊരു സീനിയർ സ്റ്റാഫ് പൊസിഷൻ. The family was well known in the thing, and from the outside we had like a good house and stuff like that. പക്ഷേ from as early as I can remember, ഭയങ്കര financially huge issues ആയിരുന്നു. Like all the property എല്ലാം like in debt or something like that, right? അപ്പോൾ every year of the childhood it was like a survival. കാര്യങ്ങൾ നടന്നു പോവും. 10th വരെ I learned in a CBSE school. That was happening, and by 10th thinking because of these financial issues we had to sell the house and like move to another place. അപ്പോൾ I picked up programming and electronics mostly toys പൊട്ടിക്കുക and try to repair it. That was how I got into the world of technology. അപ്പോൾ there are like hobby electronic courses പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. Picked up a little bit of hobby electronics. I got really interested in programming. അപ്പോൾ വീട്ടിലൊരു 8th 9th ഒക്കെ ആകുമ്പോഴത്തേക്കും I got a computer, but that computer was not there all the time. ചിലപ്പോൾ അതവിടെ ഉണ്ടാവും, ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പ്രോഗ്രാമിംഗ് പഠിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ പ്രോഗ്രാമിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അന്ന് വിഷ്വൽ ബേസിക് ആണ് പഠിച്ചിരുന്നത്. VB, റൈറ്റ്? VB വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് ടെർമിനലിൽ കുറച്ച് എക്സ്പോഷർ കിട്ടിയെങ്കിലും GUIയിലൂടെ അത് വരുന്ന വിഷ്വൽ ബേസിക്കിലാണ്. ആൻഡ് I was good. So I was a good programmer at that time. പിന്നെ അടുത്തൊരു ഇൻ്റർനെറ്റ് കഫേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പണ്ടത്തെ ഒരു ടെലിഫോൺ ബൂത്ത്, പുള്ളിക്കാരൻ ടെലിഫോൺ ബൂത്തിൽ കസ്റ്റമേഴ്സ് ഇല്ലാത്തത് കാരണം he made that internet cafe. So I go there and I kind of help him കാര്യങ്ങളെ വെച്ചിട്ട്. And I stay in that internet cafe and I learn things. I download stuff and try it out. 10th വരെ. പിന്നെ +1 +2 I came to Thrissur. Again ആ ഒരു പോയിന്റിൽ I did not want to put like financial stress on my parents. So I decided like we'll go to government school and study there. +1 +2 was there. സ്കൂളിലായിരുന്നു? സെൻറ്റ് ജോസഫ്സ് പറഞ്ഞിട്ട് വളരെ ഒരു ചെറിയ ഒരു സ്കൂളാണ് അവിടെ. കപ്പൽ പള്ളി എന്നൊക്കെ പറയും തൃശ്ശൂരിലത്. കേട്ടുണ്ടോ? ആൻഡ് അപ്പോൾ +1 +2 ടൈമിലും അഗെയിൻ ആയിരുന്നു. അതുകൊണ്ടാണ് മെയിൻലി ലൈക്ക് തൃശ്ശൂർ എത്തിയത് സത്യം. അപ്പോൾ PC തോമസിൻ്റെ അവിടെ അല്ല പോയത്, മറ്റേ ചൈതന്യ പറഞ്ഞിട്ട് പുള്ളിയുടെ സണ്ണിലോൻ്റെ സ്ഥലം. I hated that experience. Right? I mean every student hates that experience unless you're the top 1%. അപ്പോൾ നമ്മൾ പേർപ്പസ്ഫുള്ളി നമ്മുടെ OCR മാർക്ക് ഷീറ്റ് എല്ലാം ലൈക്ക് ടാമ്പർ ചെയ്തിട്ട് വി ഓൾവേസ് ലൈക്ക് ഗോ ആൻഡ് സിറ്റ് അറ്റ് ദ ബാക്ക് ബെഞ്ച്. റൈറ്റ്? പക്ഷേ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതായത് I wanted to do engineering, because in computer science and all this thing excited me. I wanted to do robotics +2 കഴിയുന്ന ടൈമിൽ. പക്ഷേ റോബോട്ടിക്സിൻ്റെ കോഴ്സസ് ആക്ച്വലി അവൈലബിൾ ആയിരുന്നില്ല. ആൻഡ് അതിനും വി ഹാഡ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് മണി. ഒന്നല്ലെങ്കിൽ വേറെ സ്റ്റേറ്റ്സിൽ പോകണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇതിൽ പോകണം, സിംഗപ്പൂരൊക്കെ പോകണം, കൺട്രീസിൽ പോകണമായിരുന്നു. ആൻഡ് ദിസ് ആർ ലൈക്ക് ബാക്ക് ഇൻ 2007, റൈറ്റ്? 2008 ഇത് ചെയ്യുന്നത്. അപ്പോൾ ദ തിങ് ഇസ് അറ്റ് ദാറ്റ് പോയിന്റ് ഐ ജസ്റ്റ് വാണ്ടഡ് എ ജോബ്. ആൻഡ് ആ ടൈമിൽ പീപ്പിൾ ഹൂ ലൈക്ക് വർക്കിംഗ് ഇൻ ഇൻഫോസിസ് ആൻഡ് വിപ്രോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരുന്നു നമ്മുടെ ആസ്പിറേഷൻ ആൾക്കാർ. അന്ന് ലൈക്ക് 24,000 rupees per month എന്നൊക്കെ പറയുന്ന ആൾക്കാർ. ഓ ഷിറ്റ്, ദാറ്റ്സ് എ ഗുഡ് എമൗണ്ട് ഓഫ് മണി ആ ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട്. അപ്പോൾ I thought I'll do computer science. Anyway, I'm a good programmer. I'll do computer science. I joined Chenganur had a good computer science wing. It was like 2 streams അവിടെ, EC and computer science. ഒരു LP സ്കൂളും മാറ്റി കോളേജ് ആക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണത്. അത്ര ചെറിയ ക്യാമ്പസാണ്. ഒരു സൈഡിൽ ലൈക്ക് ജഡ്ജിയുടെ വീട്, ഒരു സൈഡിൽ പോലീസ് സ്റ്റേഷൻ, ഒരു സൈഡിൽ സെമിട്രി, പള്ളി, ഫയർ സ്റ്റേഷൻ, അതിൻ്റെയൊക്കെ നടുക്ക് ഒരു ചെറിയൊരു കോളേജ്. ബട്ട് കമ്പ്യൂട്ടർ സയൻസ് വാസ് ഗുഡ്. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു, മെക്കാനിക്സ് അങ്ങനത്തെ കാര്യങ്ങളും ചെയ്തു. ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഐ റിയലി ലവ്ഡ്, ആൻഡ് ഐ ഡിഡ് റിയലി വെൽ ഇൻ ദ ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും ദ ബുക്സ് ദാറ്റ് വി വർ റിസീവിങ് 2008 2009 ടൈമിൽ 1980s ബുക്കും 1970s ബുക്കൊക്കെ ദാറ്റ് സക്സ്. അപ്പോൾ ഇതൊക്കെയാണ് ലൈക്ക് മോട്ടിവേഷൻ വൈ ഐ ഡിഡ് എൻട്രി. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ആ ടൈമിൽ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്. ആൻഡ് ദർ ലൈക്ക് എ സ്റ്റഡി ഇൻ്റർനെറ്റ് കണക്ഷൻ ഓൾസോ. മറ്റേ BSNLൻ്റെ USB കണക്ട് ചെയ്യുന്ന ഒരു ആൻറ്റിനുള്ള ടൈപ്പ് സാധനം മാത്രമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുണ്ട്. വെരി സ്ലോ ബട്ട് ഇറ്റ് ഗെറ്റ്സ് എ ജോബ് ഡൺ. അപ്പോൾ ഇൻ്റർനെറ്റിൽ വഴി പഠിക്കുന്ന കാര്യങ്ങൾ വാസ് മോർ ഇമ്പാക്ട്ഫുൾ ടു മീ ദാൻ ദ തിങ്സ് ദാറ്റ് ഐ വാസ് സ്റ്റഡിങ് ഇൻ കോളേജ്.
not because the college teachers were not trying harder. They were like good people, good teachers and stuff. But എനിക്ക് മനസ്സിലായി ഇമ്പാക്ട്ഫുൾ സാധനം വേണമെങ്കിൽ ഐ ഹാവ് ടു ലൈക്ക് ഗെറ്റ് ഔട്ട് സൈഡ് ഓഫ് കോളേജ്. ഫോർച്ചുനേറ്റ്ലി ഇതേപോലെ കുറച്ച് ഉഴപ്പന്മാരുണ്ടായിരുന്നു, അതേപോലത്തെ കുറേ ഉഴപ്പന്മാരുണ്ടായിരുന്നു who were also interested into this hacking stuff, programming stuff, and like we started like getting together, hanging out and stuff like that. Also second year മുതൽ I started like working freelance. അന്ന് നമ്മുടെ freelancer.com അങ്ങനത്തെ കുറച്ച് സൈറ്റ്സ് ഉണ്ടായിരുന്നു. Started working freelance, starting website അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ I started earning some money. Also, I first year മുതൽ IEEE പറഞ്ഞ organization, you must have like talked to Arjun, right? Oh yes. IEEE huge advocate ആണ് Arjun. Yeah. It's an amazing organization. There are like a lot of politics and all that is there. പക്ഷേ IEEE കയറുന്ന ടൈമിൽ if you can work, it gives you a lot of exposure. കോളേജിൻ്റെ പുറത്തോട് ബേസിക്കലി നമ്മളെ കൊണ്ടെത്തും. That is the most important skill. You need to go outside of the college to learn, right? ആൻഡ് അപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എല്ലാം IEEE ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ കോളേജിലെ മെയിൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടികൾ ഓർഗനൈസ് ചെയ്യാം. സോ കോളേജിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇവൻറ്റ്സും ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ടായിരിക്കും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവാം. അതല്ലാതെ കോളേജിൽ കയറുന്ന പരിപാടിയൊന്നുമില്ല, റൈറ്റ്? പിന്നെ ബൈക്ക് അപ്പോഴത്തേക്കുമായി വി ഗോ ഫോർ റൈഡ്സ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം വി ആർ ഇൻ ബാംഗ്ലൂർ. ബാംഗ്ലൂർ എല്ലാ ഹാക്കത്തോണിനും പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വി ഗെറ്റ് ലൈക്ക് പ്രൈസസ് ആൻഡ് ഗിവ് പ്രൈസസ് ഫ്രം ദർ. ദാറ്റ് ഇസ് ദ മെയിൻ തിങ്. ആൻഡ് ദാറ്റ് വാസ് കോളേജ്. കോളേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ജോബ് എന്തായിരുന്നു? ലൈക്ക് ഐ ഡിഡ്ന്റ് ലൈക്ക് വർക്ക് ഫോർ എനിവൺ എൽസ്. അപ്പോൾ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സെയിം സാധനം ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻഡിപെൻഡൻ്റ്ലി ആസ് എ ഫ്രീലാൻസർ. ദെൻ ഐ സ്റ്റാർട്ടഡ് working together with this group. ഞങ്ങൾ കൊഡീസസ് പറഞ്ഞിട്ട് we started a services company. The problem with that was that ഞങ്ങൾ എല്ലാവരും like we were nerds. Proper engineers ആയിരുന്നു. Nobody knows how to sales or marketing or anything. ഞങ്ങൾക്ക് ആ മാസം ഫുഡ് കഴിക്കാനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞാൽ then ഞങ്ങളുടെ ആസ്പിറേഷൻസ് were there. കാശ് കിട്ടുന്നുണ്ടല്ലോ, we are working on the things that we want. We are building stuff for European and American clients. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയും ലൈക്ക് വി ഡിഡ് എ ലോട്ട് ഓഫ് ഹാക്സ്. കാരണം ഈ ഫ്രീലാൻസർ അപ്പ് വർക്ക് അങ്ങനത്തെ ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ആൾക്കാർക്ക് ദർ ഇസ് നോ എക്സ്പോഷർ ഇൻ ഓൾ. സോ ദാറ്റ് ഫസ്റ്റ് ജമ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ വി ക്രിയേറ്റഡ് സം ടൂൾസ് ടു ഹാക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് സെൻഡിങ് ദാറ്റ് പ്രപ്പോസൽ ഇൻ ദാറ്റ് ടൂൾ ഇൻ ദാറ്റ് ഫ്രീലാൻസർ തിങ് ഇറ്റ് സെൽഫ് നമ്മൾ ടൂൾ ബിൽഡ് ചെയ്ത് അതിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ മൊമെൻറ്റ് ദേ ക്ലിക്ക് ദ ലിങ്ക് ആൻഡ് ഗോ ടു അവർ പേജ്, വി ഗെറ്റ് എ ഇമെയിൽ ദാറ്റ് ദിസ് ക്ലയൻറ്റ് ഈസ് ഓൺ ദിസ് പേജ് റൈറ്റ് നൗ. അപ്പോൾ പണ്ട് അജാക്സ് ഉണ്ടല്ലോ, ഈ അജാക്സ് വെച്ചിട്ട് വി സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ടോക്കിംഗ് ടു ദ ക്ലയൻറ്റ്. മറ്റേത് ക്ലയൻറ്റ് അവിടെ അപ്രൂവ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ നമുക്ക് ഈ വഴി സംസാരിക്കാൻ പറ്റും. അപ്പോൾ വി സ്റ്റാർട്ടഡ് ഹാക്കിംഗ് ദിസ് പ്രോസസ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വരും പക്ഷേ ഷെറ്റ് ഈ ആൾക്കാർ ചെയ്യുന്നത്. ആൻഡ് വി ഓൾസോ പ്രൊവൈഡഡ് MVPs വിത്തിൻ 24 hours. ഞങ്ങൾ റെഡ് ബുള്ളെല്ലാം വാങ്ങി വെച്ചിട്ട് ഉറങ്ങില്ല, രാത്രി കംപ്ലീറ്റ് ചെയ്യുന്നത് 24 hours വി ബിൽഡ് an MVP and give it to them. And we get the business. But for the information of the audience, ഇപ്പോൾ കഴ്സറും സാധനങ്ങളൊക്കെ ഉണ്ട് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് പറ്റും. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് കുത്തിരുന്ന് കോഡ് ചെയ്യണം. The most difficult thing was ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ബിൽഡ് ചെയ്യും, അവസാനം CSS പെർഫെക്റ്റ് ആയിട്ട് ബ്രൗസറിൽ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി. And that was my area also. I really loved that. Within 24 hours MVP റെഡിയാണ്. 24 hours MVP fully functioning MVP റെഡിയാണ്. In most cases that will actually do. And we don't like buy money or anything in advance, which might be a dumb thing to do, but we did it. We had to survive and we did. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൗ ടു ഡീൽ വിത്ത് ദ ക്ലയൻറ്റ്സ്, എങ്ങനെ കൂടുതൽ കാശ് വാങ്ങണം, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ആൻഡ് കുറച്ച് ആൾക്കാർക്ക് ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വർക്ക്ഡ് ഔട്ട് ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസ്ബാൻഡഡ് ദാറ്റ് ടീം. കുറച്ച് ആൾക്കാർ ബാംഗ്ലൂരുണ്ട്, കുറച്ച് ആൾക്കാർ ജർമ്മനിലുണ്ട്, ഒരുത്തൻ NVIDIAയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരാൾ ലൈക്ക്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് ടീം, ലൈക്ക് വെരി ടാലൻറ്റഡ് ടീം. I miss those days, honestly speaking. അത് കഴിഞ്ഞ് ചെയ്ത ടൈമിൽ ഐ തോട്ട് ഐ വിൽ കണ്ടിന്യൂ ഫ്രീലാൻസിങ് ഫോർ എ ബിറ്റ്. എനിക്ക് മോട്ടോർ സൈക്ലിംഗ് എല്ലാം ഇൻട്രസ്റ്റ് ഉള്ള കാരണം ഐ തോട്ട് ഐ വിൽ മോട്ടോർ സൈക്കിൾ ആൻഡ് ഗോ ടു ഹിമാലയാസ് ആൻഡ് സ്റ്റേ ദർ ആൻഡ് വർക്ക് ഫ്രം ദർ ഫോർ എ ബിറ്റ്. അപ്പോഴാണ് ഷാഹുൽ, another IEEE guy, Shahul Hamid, smart dude, brilliant dude. ഇപ്പോൾ ജർമ്മനിയാണുണ്ടല്ലോ, ജർമ്മനിയിൽ ഒരു കമ്പനിയുടെ CTO ആണ് പുള്ളി. അപ്പോൾ പുള്ളി ലൈക്ക് എന്നെക്കാളും 2 years ജൂനിയർ ആണ്. അവൻ കാണിച്ച ഭയങ്കര സോഷ്യൽ സർക്കിളാണ്. Is a very good networker, very extroverted type. അവന് ഹിസാമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. I think he went to hackathon at INOS where Hissam had co-founded. He connected us. That's how you met Hissam. Yeah. Other than that, Hissam and I don't have any common thing. ഞങ്ങൾ എന്നിട്ട് മീറ്റ് ചെയ്തു കൊച്ചി OGയിൽ പോയിട്ട് അവിടെ പച്ചമാങ്ങ,
ഒജി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് നമ്മുടെ മെറൈൻ ഡ്രൈവിൻ്റെ ബ്രോഡ്ബാൻഡ് അവിടെയായിട്ട്. ഇറ്റ്സ് ബേക്കറി ലൈക്ക് ഇറ്റ്സ് എ മലബാർ ബേക്കറി. അവിടുത്തെ ഫേമസ് സാധനം പറയുന്നത് പച്ചമാങ്ങ ജ്യൂസാണ്. അപ്പോൾ ഞങ്ങൾ അതടിച്ചുകൊണ്ടാണ് എൻട്രീനെ കുറിച്ച് സംസാരിക്കുന്നത്. ഐ റിയലി ലൈക്ക് ഹിം. ഹിസാം എന്ന് പറയുന്നത് വെരി ഗ്രൗണ്ടഡ്, ഡൗൺ ടു എർത്ത്. ആ ടൈമിൽ കേരളത്തിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്സിനെല്ലാം ദേ ഹാഡ് ദ ഹാബിറ്റ് ഓഫ് ഓവർ സ്പെൻഡിങ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? വേർ ദേ വർ നോട്ട് സ്പെൻഡിങ് ദ മണി ഓൺ ദ തിങ്സ് ദാറ്റ് really added value to the user. Hissam was exactly the opposite, right? ഒരു രൂപ ചെലവാക്കാൻ സമ്മതിക്കില്ല, ഭയങ്കര ഫ്രൂഗലാണ്. Unless it is bringing in some sort of value, and that is how our unit economics and all these things are working really well. And I think on the വൈകുന്നേരം തന്നെ we decided, okay, let's just work on it. And on the വൈകുന്നേരം I started writing the code for this thing. ഏത് ഇയറാണത്? So entry, ഞങ്ങൾ ഇപ്പോഴത്തെ എൻട്രീന് മുമ്പ് നൊവായ പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. ഓക്കെ, അന്നത്തെ പ്രോഡക്റ്റിൻ്റെ പേര് എൻട്രി തന്നെയായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്. ഓ മൈ ഗോഡ്, ഹൊറിബിൾ പീരിയഡ് ഓഫ് ടൈം ബിൽഡിംഗ് ദാറ്റ് തിങ്. B2B സാധനം ബിൽഡ് ചെയ്തു. വി ഡിഡ് ദാറ്റ് ഫോർ ലൈക്ക് 2-3 years. അത് 2015 സ്റ്റാർട്ട് ചെയ്തത്, റൈറ്റ്? ബട്ട് ദാറ്റ് ഡിഡ്ന്റ് ഗോ എനിവെയർ. നമ്മൾ 2017 വി entered this path and we pivoted, and we started this journey. And I and Hissam, and there was another person who started with us, but he already had wife and kids, and we didn't have any money. നമ്മൾ 25 ലക്ഷം രൂപ ആദ്യം ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഹിസാമിൻ്റെ നെറ്റ്വർക്കൊക്കെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തീർന്നു. അന്ന് കാശ് എവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈവൻ ലൈക്ക് ഹിസാമിൻ്റെ ഫ്രൂഗൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ വി തോട്ട് ദിസ് ഇസ് ദ റൈറ്റ് തിങ് ടു സ്പെൻഡ്, ആൻഡ് വി സ്പെൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓൺ ലൈക്ക് ആനിമേഷൻ, മാർക്കറ്റിംഗ്, സ്റ്റഫ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? No luxurious, nothing like that. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു, ബട്ട് റവന്യൂ വാസ് നോട്ട് കമ്മിങ്. കാശ് തീർന്നു. പിന്നെ ഞാനും ഹിസാമും ഒക്കെ ജീവിക്കുന്നത്, ഹിസാമിൻ്റെ എക്സാക്ട് നമ്പേഴ്സ് എനിക്കറിയില്ല, ഞാൻ ജീവിക്കുന്നത് ഡെയിലി ഒരു 200 രൂപ കിട്ടിക്കഴിഞ്ഞാണ്. അപ്പോൾ 200 മാസം 5,000-6,000 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാവുന്നുള്ളൊരു മോഡലാണ്. അതും ലൈക്ക് 5,000-6,000 രൂപ കയ്യിലുണ്ടാവില്ല, ഫ്രണ്ട്സിൻ്റെ നിന്ന് കടം വാങ്ങും. അങ്ങനെയാണ് ഓടിയിരുന്നത്. കൊല്ലങ്ങളോളം അങ്ങനെ 5,000-6,000 രൂപ മാസം എന്ന് വെച്ചിട്ട് ഓടിയിട്ടുണ്ട്. ചിലപ്പോൾ അതും ഉണ്ടാവില്ല, അതിനും കുറവായിരിക്കും. സ്റ്റിൽ വീട്ടിൽ നിന്ന് കാശ് വയ്ക്കുന്ന പരിപാടിയൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ തേർഡ് കോ-ഫൗണ്ടറിന് ഹി കുഡന്റ് ടേക്ക് ഇറ്റ്. ഫാമിലി ഉണ്ട്, എങ്ങനെയാണ് ചെയ്യാം? സോ ഫൈനലി ഇറ്റ് ജസ്റ്റ് ബിക്കേം ദ two of us, and so he became the CEO, I became the CTO. So he looks after everything that is marketing and sales. Spending money and bringing money, he takes care of things. And I basically build the product and try to make sure that the users are happy. Well, going back to the first entry in MVP, how long it took you? Which is the B2B thing or the B2C? Yeah. So see, B2B യിൽ കളി കളിച്ചപ്പോൾ മുതൽ അതൊന്ന് പാളിപ്പോയിരുന്നു, റൈറ്റ്? അപ്പോൾ ആ ടൈമിൽ കയ്യിൽ കാശില്ല, സർവൈവൽ മോഡിലാണ് റൺ ചെയ്യുന്നത്. അന്നും ഞങ്ങൾക്കൊരു 3-4 പേരുടെ ടീമുണ്ട്. ഋഷി, ഷാഹുൽ, ഹി യൂസ് ടു വർക്ക് വിത്ത്. ഇവർക്ക് സാലറി കൊടുക്കണം, അതാണ് പ്രൈമറി. അവർക്ക് ലൈക്ക് ഫുൾ സാലറി ഒന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല, പക്ഷെ അവർക്ക് സം സാലറി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ സംബന്ധിച്ച് കാശൊന്നുമില്ല. അപ്പോൾ വി വാണ്ടഡ് ടു സർവൈവ്, വി വാണ്ടഡ് ടു ഈറ്റ്. സോ വി വർ തിങ്കിങ് ഉള്ള സാധനം വെച്ചിട്ട് എങ്ങനെയാണ്, ഹൗ ക്യാൻ വി ബ്രിങ് ഇൻ മണി? അപ്പോൾ അന്ന് ഒരുപാട് ഫണ്ടിങ് ഒന്നും ഇല്ലാത്തത് കാരണം അന്ന് മുതലേ ഒരു സ്കേലബിൾ കാശ് വരുന്നൊരു ബിസിനസ് മോഡലിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് തുടങ്ങി. അപ്പോൾ വി തോട്ട്, ഓക്കെ, ടെക്നോളജി ഉണ്ട്, വേർ ആർ പീപ്പിൾ ഓൾറെഡി സ്പെൻഡിങ് ദ മണി, ആൻഡ് വേർ ഹാസ് ടെക്നോളജി നോട്ട് റിയലി ഇൻസേർട്ടഡ് ഇൻ ടു, റൈറ്റ്? അപ്പോൾ K-12 കിഡ്സ് അവിടെ ബൈജൂസ് അങ്ങനത്തെ ആൾക്കാരെല്ലാം വരുന്നുണ്ട്. ദേ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി. ദാറ്റ് ഇസ് നോട്ട് എ മാർക്കറ്റ് ദാറ്റ് വി ക്യാൻ ഡു. ആൻഡ് ഓൾസോ കുട്ടികൾക്ക് വേണ്ടി ബിൽഡ് ചെയ്യുന്ന ടൈമിൽ പലപ്പോഴും കുട്ടികൾ യൂസേഴ്സാണ്, പക്ഷേ അവരല്ല കാശ് എന്ന സാധനം വാങ്ങുന്നത്. കാശ് തരുന്നത് പാരൻസും അല്ലെങ്കിൽ B2B കേസിൽ ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ്. അപ്പോൾ പാരൻസിനും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉള്ള റിക്വയർമെൻറ്റ്സ് ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കുട്ടികൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം നമ്മൾ സെല് ചെയ്യണമെങ്കിൽ ആരെ ഹാപ്പി ആക്കണം? കുട്ടികളെല്ലാം ഹാപ്പി ആക്കേണ്ടത്, പാരൻസിനാണ് ഹാപ്പി ആക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ സെയിൽസ് സൈക്കിൾ വാസ് ഓൾസോ ലിറ്റിൽ വിയേർഡ്. നമ്മൾക്ക് ഓക്കെ, യൂസറിൻ്റെ അടുത്ത് പറയുന്നത് ഇതാണ് അടിപൊളി സാധനം പറയുന്നത്, അവരുടെ അടുത്ത് പോയി കാശ് വയ്ക്കും. അവരുടെ അടുത്ത് കാശ് വയ്ക്കുമ്പോൾ അവർ പറയും എനിക്ക് കുട്ടീനെ മോണിറ്റർ ചെയ്യണം, കുട്ടി അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. ഇറ്റ് ഇസ് വെരി വിയേർഡ് പ്രൊഡക്റ്റ്, റൈറ്റ്? അപ്പോൾ വി ഡിഡ് നോട്ട് വാണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ വി തോട്ട്, ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് ടെക്നോളജി ഉണ്ട്, ഈ ടെക്നോളജി വെച്ച് വാട്ട് എൽസ് ക്യാൻ വി ഡു? അങ്ങനെ നോക്കുന്ന ടൈമിലാണ് കേരള PSC, റൈറ്റ്? അപ്പോൾ വി ആർ ലൈക്ക്, ഏതൊക്കെ കോഴ്സസ് ഉണ്ടോ അത് കംപ്ലീറ്റ് നമുക്ക് ട്രൈ നോക്കാം. ബട്ട് കേരള PSCയിൽ
these like amazing, highly motivated ആൾക്കാരുണ്ട്. Right? They want to crack it. Highly talented also. And they will do anything to crack it. അവരുടെ ഞങ്ങളുടെ യൂസേഴ്സിൻ്റെ ഒക്കെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ വി ഫീൽ ലൈക്ക് വി ആർ നത്തിങ്. അവർ ലൈക്ക് രാത്രി 10 മണി 11 മണിക്കൊക്കെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ദേ ഗെറ്റ് എൻ എൻട്രി ആൻഡ് ദേ ലേൺ. റൈറ്റ്? അപ്പോൾ ദ തിങ് അബൌട്ട് ദം ഇസ് ദാറ്റ് അതിൽ കുറേ ആൾക്കാർക്ക് വർക്ക് ഉണ്ട്. കാരണം പ്രിവിലേജ് ആൾക്കാരായിരിക്കില്ല. ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടാണ് അവർക്ക് ഫാമിലി ചെയ്യാൻ പറ്റുള്ളൂ. വർക്കൊന്നും ചെയ്യാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കോച്ചിങ് ക്ലാസ്സിന് പോകാനുള്ള ബാൻഡ് വിഡ്ത്തില്ല. അവിടെയാണെങ്കിൽ ആരും ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ് വാസ് അൺസെക്സി ഫോർ ലോട്ട് ഓഫ് കമ്പനീസ്. Not a lot of companies were trying in that area. But we said, okay, there is this user need, good audience, who are really motivated to use the product and crack the thing. And we tried it. We namlu cheru package launch idu, and immediately, like within a week or something, we got 10,000 users. Oh, right? Aduvare like hundreds of users are range lana poikondirunnu. അപ്പോൾ മനസ്സിലായി, okay, this is the way forward. ഇത് ഏത് ഇയർ ആയിരുന്നത്? This is probably like 2017. 2017. അന്നൊരു പാരലൽ സ്റ്റോറി ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു PC ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന്. ഐ മീൻ അന്ന് കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര ക്വിസിങ് ഇതുണ്ടായിരുന്നു. ഓരോ തുളസി PSC കേട്ടിട്ടുണ്ടാവില്ല. അതും ഇതുപോലെ ജസ്റ്റ് ഒരു ഹാക്ക് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ബേസിക്കലി എന്താ വെച്ചാൽ ഒരു PSC ആസ്പിറൻസ് ഒരു ക്വിസിങ് ഉണ്ട്, ABCD. അപ്പോൾ ആൾക്കാർ ഫുൾ കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സാധനം നമ്മൾ എന്ത് ചെയ്തു, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കൊണ്ട് സ്പാം ചെയ്ത് ആപ്പിൽ കൊണ്ടുവന്നു. പിന്നെ നിർത്തി. ബട്ട് മീൻ ദാറ്റ് വാസ് ദ തിങ്. യാ, കണ്ടിന്യൂ. ഇറ്റ്സ് അമേസിങ്. അവിടെയുള്ള ആൾക്കാരുടെ ബിഹേവിയർ വാസ് നെക്സ്റ്റ് ലെവൽ. ലൈക്ക് നോ, the tenacity, right? Oh, yes. The drive. നമ്മൾ entrepreneursiന് ഡ്രൈവ് ഉണ്ടെന്ന് പറയും. You look at them and we feel like we are nothing. അവർ അത്രയും ലൈക്ക് എഫർട്ട് ഇട്ട് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോഴാണ് മനസ്സിലായത്, ഓക്കെ, ദർ ഇസ് എ ഓപ്പർച്യൂണിറ്റി ദർ. ടോട്ടൽ അഡ്രസ്ബിൾ മാർക്കറ്റ് മൈറ്റ് നോട്ട് ബി ബിഗ് എനഫ്, ബട്ട് വി ക്യാൻ ഹാവ് കുറച്ചധികം കോഴ്സസ് ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് വൺ മേജർ കോഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ K-12 പ്ലേസിൽ നോക്കുകയാണെങ്കിൽ ദേ ഹാവ് കുറച്ച് കോഴ്സസ് ആണുള്ളൂ, ആൻഡ് ദാറ്റ് ബ്രിങ്സ് ഇൻ ലോട്ട് ഓഫ് ദ റവന്യൂ. നമ്മുടെ മോഡൽ എങ്ങനെയാ വെച്ചാൽ നമുക്ക് വി ഹാവ് ലൈക്ക് സ്മോളർ കോഴ്സസ്. ഓരോ കോഴ്സും കൂടുതൽ വോളിയത്തിൽ പോകില്ല, പക്ഷേ എല്ലാ ചെറിയ കോഴ്സും കൂടി വരുന്ന ടൈമിൽ വിൽ ഹാവ് സം എമൗണ്ട് ഓഫ് മണി എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആലോചിച്ചു, ഓക്കെ, ഓൾറെഡി അഡൾട്ട്സ് ആയിട്ടുള്ള ആൾക്കാർ, ടൈമില്ലാത്ത അഡൾട്ട്സ് ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ കോഴ്സസിനാണ് ഓഫ്ലൈൻ സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്? അപ്പോൾ അവരവിടെ ഓഫ്ലൈൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ഓൺലൈൻ കൊടുക്കുകയാണെങ്കിൽ they will definitely come to us. That was our thesis. That is kind of like what worked. എൻട്രീൻ്റെ ലൈക്ക് ഫാസ്റ്റ് മൂവിങ് ഫോർവേഡ്, അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ചലഞ്ചസ് എന്തൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തു ഇൻ ഓർഡർ ടു ബിൽഡ് ഔട്ട് ദ ടീം ആസ് ഒരു റിയൽ ടൈം ഇഷ്യൂസും പലതും ഉണ്ടാവുമല്ലോ. വാട്ട് ഈസ് ദ ഹോൾ engineering challenges was a lot. കാരണം നമ്മൾ CTO ആവുന്ന ടൈമിൽ, മേ ബി ഐ ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ് ഓൾസോ, റൈറ്റ്? CTO ആവുന്ന ടൈമിൽ അല്ലെങ്കിൽ ഏതൊരു ജോബ്, ഫെലിക്സ് ഇപ്പോൾ നല്ലൊരു പ്രോഗ്രാമറാണ്. ഫെലിക്സ് അടിപൊളി പ്രോഗ്രാമർ ആയി കഴിഞ്ഞാൽ ഫെലിക്സിനെ എന്തിടും, ഫെലിക്സിനെ പിടിച്ച് മാനേജറാക്കും. പക്ഷേ ഫെലിക്സ് ഇന്ന് വരെ ചെയ്തിരുന്ന കാര്യങ്ങളല്ല നാളെ മുതൽ മാനേജറിൽ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ്. നമ്മൾ ഈ കരിയർ ലാഡർ ഇങ്ങനെ വരയ്ക്കുന്ന ടൈമിൽ വിൽ തിങ്ക് ദാറ്റ് പ്രോഗ്രാമർ, മാനേജർ, ഡയറക്ടർ, VP, ഇത് ആക്ച്വലി നേരെയുള്ള സാധനമല്ല. ആക്ച്വലി ഇതെല്ലാം ലാറ്ററലി പോകുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ബിൽഡ് ചെയ്ത ടൈമിൽ the biggest issue was fundamentally shifting from like an individual programmer to then being a team lead. Right? നമ്മൾ I think Elon Musk's ഒരു quote ഉണ്ട്. Elon Musk said that ടെസ്ലയെ കുറിച്ച് പറയുന്ന ടൈമിൽ ടെസ്ല is not his product. The factory that builds Tesla is his product. So പുള്ളിക്കാരൻ ഏറ്റവും എഫിഷ്യൻ്റ് ഏറ്റവും ചീപ്പായിട്ട് ടെസ്ലാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ ഡെൻസിറ്റി ഫാക്ടറി ഡിസൈൻ ചെയ്യുന്നതാണ് എലോൺ മസ്കിൻ്റെ ജോബ് എന്നുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ ഔട്ട്ലുക്കിലും അറ്റ് സം പോയിന്റ് ഐ ഹാഡ് ടു സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് മൈ ആൻഡ്രോയിഡ് ആപ്പ് ആസ് മൈ പ്രൊഡക്റ്റ്. റൈറ്റ്? എൻ്റെ ടീമായി മാറി എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ ടീമിൻ്റെ ഔട്ട്പുട്ടായി മാറി എൻ്റെ പ്രൊഡക്റ്റ് സക്സസ്. അപ്പോൾ എൻ്റെ KPIs ഈസ് ബേസിക്കലി എൻ്റെ ടീം എത്ര ഗ്രോ ചെയ്യുന്നുണ്ട്, എൻ്റെ ടീം എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, ആർ ദേ ഗോയിങ് ടുവേർഡ്സ് ദ ഫ്യൂച്ചർ, നോട്ട് റിയലി ലുക്കിംഗ് അറ്റ് എൻ്റെ ആപ്പിൽ എത്ര യൂസേഴ്സ് ഉണ്ട്, ആപ്പിൽ എത്ര റവന്യൂ വരുന്നുണ്ട്. കാരണം അതെല്ലാം അവർ നോക്കിക്കോളും. റൈറ്റ്? അപ്പോൾ വി സ്റ്റാർട്ടഡ് ഹയറിങ് റിയലി റിയലി ഗുഡ് പീപ്പിൾ ആൻഡ് ഗിവിങ് ദം ലൈക്ക് എൻറ്റയർ റെസ്പോൺസിബിലിറ്റി, ഫുൾ ഓട്ടോണമി ആയിരുന്നു. അന്ന് പ്രൊഡക്റ്റ് മാനേജർ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. റൈറ്റ്? അപ്പോൾ പ്രൊഡക്റ്റ് മാനേജറായി ആക്ട് ചെയ്യുന്നതും ചിലപ്പോൾ ഡിസൈനറായിട്ട് ആക്ട് ചെയ്യുന്നതും ഒരു അടിപൊളി ഡിസൈനറായിരുന്നു അരുൺ. ഹി ഈസ് സ്റ്റിൽ വിത്ത് അസ്, അമേസിംഗ് ഗായ്.
എല്ലാം ലൈക്ക് എഞ്ചിനീയേഴ്സ് തന്നെയാണ്. ഒരു ചെറിയൊരു ഓഫീസായിരുന്നു. ഓഫീസിൻ്റെ ഒരു ടേബിളിന് ചുറ്റും എല്ലാവരും ലൈക്ക് എഞ്ചിനീയേഴ്സും ബിസിനസ് ആൾക്കാരും സെയിൽസ് എല്ലാം വന്നിട്ട് കൂടി ഇരുന്നിട്ട് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല, അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. റൈറ്റ്, ദിസ് ഈസ് വൈ സ്റ്റാർട്ടപ്സ് ആർ റിയലി ഫാസ്റ്റ് ഇൻ ദ early stage. One engineer takes care of everything and everyone sits together and decides, what to do. ചിലപ്പോൾ ചായ പിടിക്കാൻ പോകുന്ന ടൈമിലായിരിക്കും നല്ലൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും. എഞ്ചിനീയറിംഗ് ചാലഞ്ചസ് അങ്ങനെ ലൈക്ക് ടെക്നിക്കൽ ചാലഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ദ എഞ്ചിനീയേഴ്സ് വാസ് റിയലി അമേസിങ്. Rishi was really good. Then we had Chipin, Chazim. Shahul was at that point, but Shahul moved away from engineering role. Then Arun, he was a designer. Then came Ajmal. Okay, അടിപൊളി ആൾക്കാർ. അപ്പം എനിക്ക് കണ്ണടച്ച് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്ന ഒരു റീസൺ പറയുന്നത് ദീസ് ഗൈസ് ആർ ദർ. എന്ത് രാത്രി എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഐ നോ ദാറ്റ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. രാത്രി പ്രോബ്ലംസ് ഒന്നും വരില്ലായിരുന്നു, പക്ഷേ ദേ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അത്രയും ഹൈ ഏജൻസി ആൾക്കാരാണ്. റൈറ്റ്. പിന്നെ എൻജിനീയറിംഗ് സ്കെയിൽ ചെയ്ത ടൈമിൽ ഒരു 3 ആൾക്കാർ 4 ആൾക്കാർ കഴിയുന്ന ടൈമിൽ എൻജിനീയറിംഗ് ടീമിൻ്റെ വെലോസിറ്റി ഭയങ്കരമായിട്ട് സ്ലോ ആവാൻ തുടങ്ങി. അത് നമ്മുടെ കമ്പനിയിൽ മാത്രമല്ല, എല്ലാ കമ്പനീസിലും ഉള്ളതാണ് കൂടുതൽ ആൾക്കാർ. ഇപ്പോൾ ഒരാളിരുന്ന് വർക്ക് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ 3 ഇരട്ടി കിട്ടില്ല, 3 ആൾക്കാരിരുന്ന് വർക്ക് ചെയ്തിരുന്ന. ഇറ്റ്സ് നെവർ എ ലീനിയർ തിങ്. ദെൻ ഇപ്പോൾ നമ്മുടെ ടീമിൽ ഒരു 30 ആൾക്കാരുണ്ട്. ഒബ്വിയസ്ലി ആ ടീമിൻ്റെ സൈസ് വരുന്ന ടൈമിലുള്ള വെലോസിറ്റീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് വി ഹവ് മാനേജ് ദാറ്റ് ടു ലൈക്ക് ഗുഡ് ഡിഗ്രി റൈറ്റ് നൗ. ബട്ട് ദ വേ ദാറ്റ് വി ആർ ഡൂയിങ് ഇറ്റ് ഈസ് ദാറ്റ് ഇപ്പോൾ യൂഷ്വലി ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് VC ഫണ്ടിങ് എല്ലാ റോളോട്ടും കുറേ ഓവർ ഹയർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കമ്പനീസും. റൈറ്റ്. We don't need like hundreds of engineers or we don't need dozens of product managers. ചില കമ്പനീസിൽ there are product manager to engineering ratio വരുന്ന 5 എഞ്ചിനീയറിന് ഒരു പ്രൊഡക്റ്റ് മാനേജറൊക്കെയാണ്. വിച്ച് ഇസ് എ വെരി ബാഡ് റേഷ്യോ ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇത്രയും പ്രൊഡക്റ്റ് മാനേജേഴ്സ് ഉള്ള ടൈമിൽ പ്രൊഡക്റ്റ് മാനേജേഴ്സ് ഹാവ് ടു ജസ്റ്റിഫൈ ദ സാലറി, സോ ദേ സ്റ്റാർട്ട് ടേക്കിംഗ് അപ്പ് എ ലോട്ട് ഓഫ് തിങ്സ്. റൈറ്റ്. അപ്പോൾ PRD ഞാൻ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നത് ഞാനായിരിക്കും, PRD എഴുതുന്നത് ഞാനായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള എഞ്ചിനീയേഴ്സ് ചെയ്താൽ മതി, അത് കഴിഞ്ഞിട്ട് ഡിസൈനേഴ്സ് ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് brings in a lot of slowness to the thing. First of all, ഒരു പ്രൊഡക്റ്റ് മാനേജറിന് ഫുൾ കോൺടാക്ട്സ് ഉണ്ടാവില്ലായിരിക്കും. പുള്ളിക്കാരന് എഴുതുന്ന PRD കംപ്ലീറ്റ് ആയിരിക്കില്ല. ഒരിക്കലും ഒരു കംപ്ലീറ്റ് PRD എഴുതാൻ പറ്റില്ല. ദാറ്റ്സ് എ ഫാക്ട്. റൈറ്റ്. എന്നിട്ട് അത് ഡിസൈനറിന് പാസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഞാൻ ഫിലിക്സിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഫിലിക്സ് അബ്ജക്റ്റിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന സെയിം സാധനം ആയിരിക്കില്ല അബ്ജക്റ്റിനുണ്ടാവുക. ഇറ്റ് ഗെറ്റ്സ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ. റൈറ്റ്. അപ്പോൾ ഈ 4-5 ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ടൈമിൽ with all these layers things get diluted and avsanam veruna sanam would be like nowhere close to what the user want. But we cut down all these layers. We have product managers, we have like 2 product managers for the 30 engineering team. What we do is that these product managers just decide the problem statements that we want to work on. Right. adinu koodal ആദ്യത്തെ സ്റ്റേജിൽ ഫാറ്റ് PRD പ്രൊഡക്റ്റ് മാനേജർ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആൻ ആൻറ്റി പാറ്റേൺ. ഐ വുഡ് പ്രോബബ്ലി ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദം. റൈറ്റ്. വാട്ട് ദ നീഡ് ടു ഡു ഇസ് ദാറ്റ് ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ സോ ഒരു കണ്ടിന്യൂസ് ഡിസ്കവറി പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. സോ വി ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈഡ് വാട്ട് ഈസ് ദ ഔട്ട്കം ദാറ്റ് വി വാണ്ട് ടു ഡു. റൈറ്റ്. ആ ഔട്ട്കമിലോട്ട് പോയിന്റ് ചെയ്യുന്ന വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കൂടുതൽ ആൾക്കാരെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ മേ ബി സൈനപ്പിലൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ദാറ്റ് മൈറ്റ് ബി എ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. റൈറ്റ്. ചിലത് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും, ചിലത് സൊല്യൂഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരാൾ ഐസ്ക്രീം കഴിക്കുന്നത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഹി ഹാസ് എ പ്രോബ്ലം, ഇറ്റ്സ് ജസ്റ്റ് ദേ വാണ്ട് എ ഡിലൈറ്റ്. റൈറ്റ്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വി കം അപ്പ് വിത്ത് സൊല്യൂഷൻസ്. ഇന്ന സൊല്യൂഷൻസ് ഉണ്ടാവും. ആൻഡ് ഓരോ സൊല്യൂഷൻ്റെ ഇടയിൽ നമ്മൾ ഹൈപ്പോത്തസിസ്, ബെറ്റ്സ് ആൻഡ് ദെൻ ഫീച്ചേഴ്സ്. റൈറ്റ്. ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പ്രൊഡക്റ്റ് മാനേജേഴ്സ് പറയും ഓക്കെ ഇന്ന പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ ഇന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് വാട്ട് ആർ ഇമ്പോർട്ടൻറ്റ് ടു അസ്. ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ദിസ് തിങ് കോൾഡ് എ പ്രൊഡക്റ്റ് ട്രയോ. പ്രൊഡക്റ്റ് മാനേജർ, എഞ്ചിനീയർ ആൻഡ് ഡിസൈനർ ഇവർ 3 പേരും കൂടിയിട്ടാണ് സൊല്യൂഷനൈസിങ് യൂസേഴ്സായിട്ട് സംസാരിക്കുന്നത്. ഇവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ ഓൾസോ യൂസേഴ്സ്. റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ്സിലോ സെയിൽസിലോ ആൾക്കാരുണ്ടെങ്കിൽ ദേ യൂസ് ദ ഡാഷ്ബോർഡ്സ് ആറ്റ് ദ എഞ്ചിനീയേഴ്സ് ബിൽഡ്. റൈറ്റ്. അപ്പോൾ അവരും ആക്ച്വലി യൂസേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരായിട്ട് സംസാരിക്കുന്നതും യൂസേഴ്സായിട്ട് സംസാരിക്കുന്നതും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഇറ്റ് ടേക്സ് അപ്പ് സം ടൈം ഫ്രം എഞ്ചിനീയറിംഗ് ആൻഡ് സം ടൈം ഡിസൈൻ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ആദ്യം സ്പെൻഡ് ചെയ്യുന്ന ടൈം എൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യാം. ലാസ്റ്റ് ചിലപ്പോൾ ഉണ്ടായി വരുമ്പോൾ ചിലപ്പോൾ ഡിഫറെൻറ്റ് സാധനമായി മാറും. പക്ഷേ ഈ ഏർലി ഓൺ ഇത് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട് സാധനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ട് എക്സാക്ട് വരും. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലുണ്ടായിരുന്നു പ്രോബ്ലം. ആൻറ്റി പാറ്റേൺ പറയുന്നത്
engineers and designers always say that the PRD is not complete. If complaint എനിക്ക് ഒരുപാട് കേൾക്കാൻ തുടങ്ങി, which is not the right way, because PRDs are not software requirement specifications. PRD is a collaborative document that starts really lean and all of them work together to come up with something, right? അപ്പോൾ engineers basically ഈ PRDO requirements ഇംഗ്ലീഷിലുള്ള റിക്വയർമെൻറ്റ്സിനെ പൈത്തണിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ജോബ് മാത്രമായിട്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ട്, വിച്ച് ഇസ് നോട്ട് ഹൗ എ പ്രൊഡക്റ്റ് എഞ്ചിനീയർ ഷുഡ് ബി. ഞാനും ആക്ച്വലി ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നൗ ഇറ്റ്സ് ലൈക്ക് ന്യൂ ഇൻസൈറ്റ് ആസ് വെൽ, ആക്ച്വലി ടോക്കിംഗ് ടു ദ ഹു ആർ ഈസ് യൂസിങ് ഇറ്റ്, ദെൻ കൈൻഡ് ഓഫ് അതും എഞ്ചിനീയേഴ്സും ഡിസൈനേഴ്സും ആ ഒരു കോൺവെർസേഷനിൽ ലൂപ്പിനാണ്. ആബ്സൊല്യൂട്ട്ലി. വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ, സി വി ഹാവ് ടു തോട്ട്സ്, അതായത് വി ഹാവ് ഫീച്ചേഴ്സ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. നമ്മുടെ ഫിലോസഫി എന്താ വെച്ചാൽ, വി വാണ്ട് ആസ് ഫ്യൂ ഫീച്ചേഴ്സ് ആസ് പോസിബിൾ. റൈറ്റ്? ഫീച്ചേഴ്സ് ഒന്നും ബിൽഡ് ചെയ്തെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മോഡലാണ് ഇപ്പോൾ പോകുന്നത്. ബട്ട് വി വാണ്ട് ടു റൺ എ ലോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എഗെയിൻ ലൈക്ക് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന കമ്പനീസിലെല്ലാം പ്രൊഡക്റ്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർ ലൈക്ക് ടു സെപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ഓൾ ടുഗദർ. ദർ ഇസ് എ CPO, ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ, ആൻഡ് ചീഫ് ടെക്നോളജി ഓഫീസർ. ആൻഡ് ഇൻ മോസ്റ്റ് കേസസ് ഈ എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻസ് ആർ നോട്ട് റിയലി കണക്റ്റഡ് ടു the business, the value the business creates or the user thing, right? Most probably engineers na evaluate ചെയ്യുന്നത് completely our architecture quality, our collaboration, code quality, ഇങ്ങനത്തെ കുറച്ച് വാലിഡ് കാര്യങ്ങളാണ്. ബട്ട് ഇറ്റ് റെയർലി കണക്ട്സ് ടു ദ ഔട്ട്കം ഓൺ ദിസ് സൈഡ്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ വരുന്നൊരു ട്രെൻഡാണ്, ദേ ഓൾവേസ് ട്രൈ ഫോർ എഞ്ചിനീയറിംഗ് എക്സലൻസ്, റൈറ്റ്? എപ്പോഴും എഞ്ചിനീയറിംഗ് എക്സലൻസിൻ്റെ ആവശ്യമില്ല. എക്സ്പെരിമെൻറ്റ്സിൻ്റെ കേസിൽ യു ഡോണ്ട് നീഡ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ടീമിൽ എങ്ങനെ നോക്കുന്നത് വെച്ചാൽ, ദർ ആർ ടു തിങ്സ്, ദർ ഇസ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ദെൻ ദർ ഇസ് എ ഫീച്ചർ. നിങ്ങൾ ഫീച്ചറിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗിൻ്റെ ക്രിയേറ്റിവിറ്റി കാണിക്കേണ്ടത് കംപ്ലീറ്റ്ലി ഡു ആൻ എലിഗൻറ്റ് സൊല്യൂഷൻ, ഡു എ സ്കേലബിൾ സൊല്യൂഷൻ, റൈറ്റ്? ഡു അമേസിങ് മോഡുലർ സ്കേലബിൾ കോഡ്. അങ്ങനെയാണ് ഫീച്ചറിൻ്റെ കേസിൽ കാണിക്കുക. എക്സ്പെരിമെൻ്റ് കേസിൽ കാണിക്കേണ്ടത് ജസ്റ്റ് ബി എ ഹാക്കർ, റൈറ്റ്? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ കാണിക്കേണ്ടത് ഹൗ ഫാസ്റ്റ് യു ക്യാൻ ടേക്ക് ഇറ്റ് ടു മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഒരു പ്രോഡക്റ്റ് മാനേജറാണ് അവിടെ PR ഇടുന്നതെങ്കിൽ എന്തൊക്കെ കോർണേഴ്സ് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ കുറേ എക്സ്പെരിമെൻറ്റ്സിൽ ബാക്ക് എൻഡ് API അല്ലാതെ ഫ്രണ്ട് എൻഡിൽ ഹാർഡ് കോഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്, റൈറ്റ്? പ്രൊഡക്റ്റ് മാനേജേഴ്സിന് ഇങ്ങനത്തെ ഇൻസൈറ്റ് ഒന്നുമില്ല. അപ്പോൾ പ്രൊഡക്റ്റ് മാനേജർ എക്സ്പെരിമെൻറ്റ് PRD എഴുതി PRD നേരെ എഞ്ചിനീയറിംഗിന് കൊടുക്കുകയാണെങ്കിൽ എഞ്ചിനീയർ വിൽ ഡു പ്രോപ്പർ എലിഗൻറ്റ് സ്കേലബിൾ സ്റ്റഫ് ഫോർ എൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് 1-2 ദിവസം എടുക്കുന്നതിന് പകരം 2 ആഴ്ച 3 ആഴ്ച 1 മാസം എടുക്കും. ഇറ്റ് ഹാപ്പൻസ് ഇൻ ലോട്ട് ഓഫ് കമ്പനീസ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ കുറേ കൾച്ചറൽ കാര്യങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ദെൻ ദ വെലോസിറ്റി ബിക്കംസ് റിയലി ഹൈ, റൈറ്റ്? ആൻഡ് ആസ് ലോങ് ആസ് സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡെലിവറിങ് റിലീസസ്. കാരണം എഞ്ചിനീയറിംഗ് ടീമിൽ റിലീസസ് ഇസ് റിയലി ഈസി. എല്ലാ ആഴ്ചയും ഞങ്ങൾ ആൻഡ്രോയിഡ് റിലീസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ബട്ട് releases is kind of one of the signals of a high performing engineering team. But is the engineering team providing weekly value to the user and to the business? That's a question mark, right? We also obsess on that. ഏത് പർട്ടിക്കുലർ ഫീച്ചർ ഓഫ് ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ വാട്ട് എവർ ആക്ച്വലി മോസ്റ്റ് നീഡിലുള്ളത്. We don't even use the word feature. നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ റോഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ there is no feature now. There is only problem statements. ഓക്കെ, അപ്പോൾ നമ്മൾ എഞ്ചിനീയർ അടുത്ത് ചോദിക്കുക ഏത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഏത് KPI നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഏത് ഫീച്ചറാണെന്ന് ചോദിക്കുകയില്ല. I don't even know what feature they are working on, right? കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫീച്ചർ ഐഡൻറ്റിഫൈ ചെയ്തു, അവർ കുറച്ചും കൂടി ഡിഗ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ there might be another way to solve this thing. അപ്പോൾ ആ ഫീച്ചറിൽ അവർ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ദേ ആർ നോട്ട് ഗോയിങ് ഫോർ ദ സുപ്പീരിയർ സൊല്യൂഷൻ, റൈറ്റ്? അപ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് എജിലിറ്റി, റൈറ്റ്? എജിലിറ്റി ഈസ് ബേസിക്കലി യു ഫൈൻഡ് സംതിങ്, യു ആർ എജൈൽ ഇനഫ് ടു ഗോ ആഫ്റ്റർ ദാറ്റ്, റൈറ്റ്? എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ് എല്ലാം മറന്ന് ഇതിലോട്ട് പോകുന്ന രീതിയിലാണ് there's a right way to do that hand off or to do that thing. പക്ഷേ ഇപ്പോൾ എഞ്ചിനീയർ if they figure something with a higher ROI, maybe better low hanging fruit, that should be attacked first, right? ഇപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ടീമിലെടുത്ത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ആക്ച്വലി 6 മാസം കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഒരു ഫീച്ചർ ഇറക്കിയിട്ട് കാര്യമില്ല, റൈറ്റ്? കാരണം നമ്മുടെ സെയിൽസ് ടീമും ഓപ്പറേഷൻ ടീമും എവ്രി വൺ ഈസ് വർക്കിംഗ് ഓൺ എ മന്ത്ലി വീക്ക്ലി നമ്പേഴ്സ്, റൈറ്റ്? അപ്പോൾ എഞ്ചിനീയറിംഗ് ടീമിന് മാത്രം 6 മാസം 1 കൊല്ലം എടുത്ത് ഫീച്ചർ റിലീസ് ചെയ്യുന്ന ലക്ഷറി ഇസ് നോട്ട് ദ വേ ടു ഡു ഇറ്റ്, റൈറ്റ്? പലപ്പോഴും ഈ 6 മാസം കഴിഞ്ഞ് ഇറക്കുന്ന സാധനം മൈറ്റ് നോട്ട് ഇവൺ വർക്ക്. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് വേൾഡ് ചേഞ്ച് ആണ്, ചിലപ്പോൾ AI ടൂൾ ഇറങ്ങിയിട്ടുണ്ടാവായിരിക്കും, കംപ്ലീറ്റ്ലി ഒബ്സൊല്യൂട്ട് ആയിട്ടുണ്ടാവും.
We want to have a shitty version out in like a week or two, get it out to the users, see if the users even want it. Right? Yeah. Because product companies, unlike service company, if you write the program to spec, you will get paid. Product company, you are doing invention a lot of times. Invention work this value, time to value should be like significantly shorter. Pinna technical excellence, they'll take care of it. My engineers are amazing. They will do it. It's just that this thinking shift, like a mental model shift, we are on that way. And now it's like an amazing team right now. എൻട്രിയിൽ ഇപ്പോൾ അന്ന് CTO ആയിരുന്നു, ഇപ്പോൾ 30ഓളം എഞ്ചിനീയേഴ്സ് ഉണ്ട്, കുറച്ച് പ്രൊഡക്റ്റ് മാനേജേഴ്സും ഉണ്ട്. അപ്പോൾ വേറെ എന്തൊക്കെ ചലഞ്ചസ് ആണ് ആസ് എ CTO കറൻ്റ്ലി ഫേസ് ചെയ്യുന്നത്? ആസ് എ ലൈക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പ്രോഗ്രാമറിൽ നിന്ന് ഒരു പീപ്പിൾ ലീഡറായി മാറിയതാണ്. ലൈക്ക് CTO പറയുന്നത് ഇമ്മീഡിയറ്റ്ലി പീപ്പിൾ ലീഡറാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ട് ചെയ്യുന്ന ടൈമിൽ മോസ്റ്റ് പ്രോബബ്ലി എന്നെ പോലുള്ള ഇൻട്രോവേർട്സ് ആയിരിക്കും ടെക്നിക്കൽ റോളിലോട്ട് പോകുന്നത്. ഡൂയിങ് MVP നല്ല പ്രോഗ്രാമിങ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് പറയുകയാണ് നൗ യു ഹാവ് ടു ലീഡ് ദ ടീം, പീപ്പിൾ മാനേജ്മെൻ്റ് ആണ് ജോബ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ദാറ്റ്സ് എ ബിഗ് ജംപ്. ആൻഡ് ദ പ്രോബ്ലം ഈസ് ദാറ്റ് നമ്മൾ അന്ന് വരെ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പൈത്തണിൽ എക്സ്പെർട്ടൈസ് ആയിരുന്നു. അപ്പോൾ പൈത്തണിൽ ഡെപ്തിലോട്ട് പോവുക, ബിക്കമിങ് എ ഡെപ്ത് ഫസ്റ്റ് എക്സ്പേർട്ട് ഇൻ പൈത്തൺ, അതായിരുന്നു എൻ്റെ ദ തിങ്. CTO ആവുന്ന ടൈമിൽ ദ വേ ഐ വുഡ് എക്സ്പ്ലെയിൻ ഈസ് ദാറ്റ് ലെറ്റ്സ് സേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രില്ലുണ്ട്, ഹാമറുണ്ട്, സ്ക്രൂ ഡ്രൈവറുണ്ട്, റൈറ്റ്? ഇങ്ങനത്തെ കുറേ ടൂൾസ് ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ എൻ്റെ CTO എന്നുള്ള റോളിൽ എന്തൊക്കെ ടൂൾസാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ റിക്വയർമെൻറ്റിനാണ് ടൂൾ യൂസ് ചെയ്യുക എന്നുള്ള കൈൻഡ് ഓഫ് ഒരു ബ്രെഡ് ഫസ്റ്റ് നോളജാണ് എനിക്ക് വേണ്ടത്. ഒബ്വിയസ്ലി ചിലപ്പോൾ ഡെപ്തിൽ പോകേണ്ടി വരുമായിരിക്കും, റൈറ്റ്? ഈ ഡ്രിൽ ഹാമർ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ എക്സ്പെർട്ട് ഞാനാവണ്ട. പക്ഷേ ഡ്രില്ല് വരുന്ന ഒരു യൂസ് കേസ് വരികയാണെങ്കിൽ ഐ നീഡ് ടു നോ ദിസ് ഈസ് ദ റൈറ്റ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇന്ന കുറച്ച് ടൂൾസ് ഉണ്ട്, നൗ യു ഗോ എക്സ്പ്ലോർ എന്ന് പറയുന്ന രീതിയിൽ. ദെൻ ഐ ക്യാൻ വർക്ക് വിത്ത് ദാറ്റ് എഞ്ചിനീയർ, എന്നിട്ട് ആവശ്യമുള്ള ഡെപ്തിലോട്ട് മാത്രം പോകും. ഹി ഈസ് ദ എക്സ്പേർട്ട്, റൈറ്റ്? ഇപ്പോൾ എൻ്റെ ഒപ്പം ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വെബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പൈത്തണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. I am never trying to be a better Python expert than them. I'm never trying to be a better Android expert than them, right? But ഒരു ഹൈ ലെവലിൽ നോക്കുന്ന ടൈമിൽ എനിക്ക് മനസ്സിലാവണം, ആർ ദേ ആക്ച്വലി സോൾവിങ് ദ പ്രോബ്ലംസ് ദ റൈറ്റ് വേ. അത് മനസ്സിലാക്കാനുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് വരണം. അപ്പോൾ അത് ഭയങ്കര പെയിൻഫുൾ ഒരു ഷിഫ്റ്റാണ് നമ്മളൊരു പ്രോഗ്രാമറായിട്ട് ഈ ഒരു ലെവലിലോട്ട് മാറുന്നത്. കാരണം യു ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ എൻ എക്സ്പെർട്ട് ഇൻ എനിത്തിങ്, ബട്ട് യുവർ ജോബ് ഹാസ് ചേഞ്ച്ഡ്, റൈറ്റ്? Secondly, yeah, so also നമ്മൾ ഇഫ് യു ആർ എ പ്രോഗ്രാമർ, എസ്പെഷ്യലി കോളേജിൽ നിന്നൊക്കെ വരുന്ന ടൈമിൽ എന്ത് ചലഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ യെസ് പറയും. രാഹുൽ നിനക്കത് പ്രോഗ്രാം ചെയ്യാൻ പറ്റി പറയുന്നത് യെസ് എന്ന് പറയുന്ന സ്വഭാവമാണ്. പക്ഷേ ഒരു CTO ഫൗണ്ടർ റോളിലോട്ട് വരുന്ന ടൈമിൽ ദാറ്റ് ഈസ് എ ബിഗ് ഡൗൺ സൈഡ്, റൈറ്റ്? 80% ഓഫ് ദ ടൈംസ് യു ഷുഡ് ബി ചാലഞ്ചിങ് ദ അതർ പേഴ്സൺ. വൈ ആർ വി ഡൂയിങ് ദിസ്? ഇത് ബിൽഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ബിൽഡ് ചെയ്യണോ ഇതിൽ? ദാറ്റ് ഈസ് ഓൾസോ ലൈക്ക് എ ഈഗോ ഹിറ്റ്. കാരണം എൻ്റെ മനസ്സിലുണ്ടാവും എനിക്കത് ബിൽഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിലാണ് അവർ വിചാരിക്കുന്നത് എന്നുള്ള തോട്ട് വരാം. അപ്പോൾ ദെൻ സഡൻലി ഞാനിപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ടീമിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, അതിന് മുമ്പ് ലിങ്ക്ഡിൻ്റെ ഫൗണ്ടർ പറഞ്ഞിട്ടുണ്ടോ, ഇഫ് യു ആർ നോട്ട് എംബാരസ്ഡ് അബൌട്ട് ദ പ്രോഡക്റ്റ് ദാറ്റ് യു ആർ റിലീസിങ്, യു ആർ റിലീസ് ടു ലേറ്റ്, റൈറ്റ്? ദാറ്റ്സ് എ തിങ്, റൈറ്റ്? വി ഓൾസോ ലിവ് ബൈ ദാറ്റ് റൂൾ. പ്രൊഡക്റ്റിൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഷുഡ് ബി റിയലി പെയിൻഫുൾ, ഇറ്റ് ഷുഡ് ഫിസിക്കലി ഹേർട്ട്, റൈറ്റ്? അത്രയും നിങ്ങൾ നോ പറഞ്ഞിട്ടുണ്ടാവണം, എന്നാൽ മാത്രമാണ് യു ആർ ഡൂയിങ് യുവർ ജോബ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ദാറ്റ് വാസ് ഓൾസോ ലൈക്ക് എ ലേൺഡ് തിങ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇനീഷ്യലി കുറേ കാര്യങ്ങളിൽ അങ്ങനെ ചലഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാം. കാരണം CTO പറഞ്ഞ എൻ്റെ ജോബ് കാര്യം ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, വാട്ട് ഈസ് ടെക്നോളജിക്കലി പോസിബിൾ, ബിസിനസ് ഇത് വെച്ച് സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലും ആക്ച്വലി എനിക്ക് വേണം. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഇറ്റ് വാസ് ഓൾസോ ലൈക്ക് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ഫോർ മീ ടു ലേൺ. Other than that, it was okay. Being a founder, lot of things becomes easy. എന്തെങ്കിലും നടക്കുന്നില്ലെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് കാര്യങ്ങൾ നടത്താനുള്ള പവർ ഉണ്ട്. ലൈക്ക് എവരിവൺ ലിസൺസ് ടു മീ. സോ ദാറ്റ് വാസ് നൈസ്. ഈ ഒരു എപ്പിസോഡിലെ സ്പോൺസർ കീ വാല്യൂ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള കമ്പനിയാണ്. 120 പ്രൊഡക്ട്സ് ആണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതും ഒരു എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീമാണ്. ഇവർ ഏജൻറ്റിക് അല്ലെങ്കിൽ ഏജൻസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള പയനിയേഴ്സും കൂടിയാണ്. ഇവർ ഓൺ പ്രൊഡക്ട്സ് ആയിട്ടുള്ള കോഫി എന്ന പ്രൊഡക്റ്റ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എഞ്ചിനീയറിംഗ് ടീം
അവരുടെ ഓഫീസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പല അവസരങ്ങളിലായിട്ട്. ഒരു സിംഗിൾ ഫ്ലോർ ഓഫീസാണ്, ഒരു സ്റ്റാർട്ടപ്പ് കൈൻഡ് ഓഫ് കൾച്ചറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കമ്പനിയാണ്. ഒരു ഹയറിംഗ് ആണ്. അപ്പോൾ മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ലേൺ മോർ അബൌട്ട് കീ വാല്യൂ ആസ് വെൽ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നൗ ബാക്ക് ടു ദി വീഡിയോ. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫ്രം ദ കമ്മ്യൂണിറ്റി ചോദിക്കാം. Another question would be, how is your leadership approach in terms of hiring people and people how do hiring എങ്ങനെയാണ് at Entri and how do you hire? എൻ്റെ ലീഡർഷിപ്പ് അപ്രോച്ച് ഇസ് വെരി ഹാൻഡ്സ് ഓൺ. Oh. അപ്പോൾ ഹാൻഡ്സ് ഓൺ എന്ന് പറയുന്ന ടൈമിൽ മൈക്രോ മാനേജിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹയറിങ് ലൈക്ക് അമേസിങ് പീപ്പിൾ. നമ്മളൊരു ബി ക്ലാസ് ആൾക്കാരെ വെച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ബി സക്സസ്ഫുൾ, റൈറ്റ്? അപ്പോൾ നമ്മളെക്കാട്ടിലും നല്ല ആൾക്കാരെ ഹയർ ചെയ്യുന്ന ഒരു ഹയറിംഗ് സിസ്റ്റം നമുക്ക് വേണം. ഒരു നല്ല ഹയർ ബാർ തന്നെ. പീപ്പിൾ വെരി സിമ്പിൾ പറയുകയാണെങ്കിൽ പീപ്പിൾ യു ക്യാൻ ലേൺ ഫ്രം. എൻ്റെ താഴെയുള്ള ആൾക്കാരാണെങ്കിലും ഐ വാണ്ട് ടു ലേൺ ഫ്രം ദം എവറി ഡേ. ഞാൻ എല്ലാവരെയും ജഡ്ജ് ചെയ്യുന്ന ഒരു മെട്രിക്കും അല്ലെങ്കിൽ ഒരു യാർഡ് സ്റ്റിക്കും അതാണ്. ആം ഐ ലേണിംഗ് ഫ്രം ദിസ് പേഴ്സൺ? When I feel like, that has stopped, I have a conversation with them. See, I'm not learning anything from you. You need to step up your game, right? അപ്പോൾ ദാറ്റ് ഈസ് ദ വൺ തിങ്. അങ്ങനത്തെ ഡ്രിവൺ ആയിട്ടുള്ള ഹംഗ്രി ഉള്ള ആൾക്കാർ ടീമിലോട്ട് വരാം. അപ്പോൾ എടുക്കുന്ന ടൈമിൽ സാലറി കിട്ടുന്നത് ഇറ്റ്സ് ഓക്കെ, എവ്രി വൺ നീഡ്സ് എ സാലറി, റൈറ്റ്? പക്ഷെ അതിന് മുമ്പ് ദേ ഷുഡ് ഹാവ് ദിസ് ഹങ്കർ ടു ഡു ഇമ്പാക്ട്ഫുൾ വർക്ക്. ചുമ്മാ ഒരു ഫീച്ചർ ബിൽഡ് ചെയ്യല്ല, പക്ഷേ ആ ഫീച്ചർ ആക്ച്വലി ലക്ഷക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്യണം, അവരുടെ ലൈഫ് ബെറ്റർ ആവണമെന്നുള്ള ആൾക്കാരെ എടുക്കാം. അവർ എടുത്തതിന് ശേഷം you make sure that they know the vision, the long term direction, and okay, അത് മനസ്സിലാക്കണം, റൈറ്റ്? പലപ്പോഴും എന്തുണ്ടാവുക വെച്ചാൽ ഈ ആൾക്കാർ വരും, പക്ഷേ ലീഡർ പറഞ്ഞു കൊടുക്കില്ല 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വിഷൻ എന്താണ്, വി ഹാവ് ടു മൂവ് ടുവേർഡ്സ് ദാറ്റ് ഡയറക്ഷൻ എന്നുള്ളത് അത് ക്ലിയർ ആക്കി കൊടുക്കാം. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് സ്റ്റിൽ അവിടെ ആംബിഗ്യൂറ്റി ഉണ്ട്. ദേ ക്യാൻ വർക്ക് ഓൺ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ I also have to say, these are the problem spaces that we are working on this quarter, this year, this 6 months എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പ്രോബ്ലം സ്പേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ സെയിൽസ്, ഫോർ എക്സാമ്പിൾ കോൾ കണക്ടിവിറ്റി ടു ഇത് കൂട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സാധനം കൂട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ എന്തെങ്കിലും സാധനമായിരിക്കും. അവരടുത്ത് പറഞ്ഞു ഈ പ്രോബ്ലം സ്പേസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നൗ ബ്രിങ് ഇൻ യുവർ ബെസ്റ്റ് ക്രിയേറ്റിവിറ്റി, റൈറ്റ്? നൗ ഐ എം നോട്ട് ഗോണ ടെൽ യു വാട്ട് ടു ഡു, like tell me what you're gonna do, right? About they always come to me with something, and then I ask questions. So and the main job when I ask a lot of questions, I delete a lot of stuff. Okay, I am like the chief deleting officer at Entri, right? Karanam most probably even like highly skilled ആൾക്കാരാണെങ്കിൽ പോലും the one or two advantages that founders have. നമ്മളെക്കാളും സ്കിൽ ആൾക്കാരാണ് വരുന്നത്. ഐ ഓൾവേസ് ഹാഡ് ദിസ് ക്വസ്റ്റൻ, പിന്നെ നമ്മളെന്തിനാ ഞാനും Hissam എന്തിനാണ് ഇവർ പണിയെടുത്താൽ പോരെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഫൗണ്ടേഴ്സിന് 2 മേജർ സ്കിൽസ് ആണല്ലോ. ഒന്ന്, കമ്പനിയുടെ കോൺടാക്റ്റും കമ്പനിയുടെ വിഷനും ഫൗണ്ടേഴ്സിനെ പോലെ നന്നായി അറിയുന്ന വേറെ ആൾക്കാരില്ല, റൈറ്റ്? അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഷോർട്ട് ടേം ഗോളിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ലോങ് ടേം നമ്മുടെ വിഷനിലോട്ട് വരുന്നെങ്കിൽ ദെൻ വി സേ നോ, റൈറ്റ്? പറയോ? അവർ ഇപ്പോൾ എന്തെങ്കിലും ഷോർട്ട് ടേം പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പക്ഷേ ലോങ് ടേം എൻട്രി വിഷനിലോട്ട് അത് ബിൽഡപ്പ് ചെയ്യുന്നുണ്ടാവില്ല, റൈറ്റ്? ഐഡിയലി വി വാണ്ട് എവറിത്തിങ് ദാറ്റ് വി ഡു ഷോർട്ട് ടേം ഗെയിൻസ് ഉണ്ടെങ്കിലും ഇതെല്ലാം ലൈക്ക് ബിൽഡ് ചെയ്ത് നമ്മൾ ലോങ് ടേം വിഷനിലോട്ട് എത്തണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും വന്ന് നമ്മളെ പൊട്ടിക്കും, റൈറ്റ്? അപ്പോൾ ഐ വിൽ ബി ലൈക്ക് ഐ വിൽ ബി ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഐ വോണ്ട് സേ ദിസ് വോണ്ട് വർക്ക്, ദിസ് വോണ്ട് വർക്ക്. പക്ഷേ ഇതാണ് നമ്മുടെ ഗോള്, എങ്ങനെ ഗോളിലോട്ട് എത്തിക്കാം എന്നുള്ള രീതിയിൽ. സെക്കൻഡ് ഒരു സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫെലിക്സ് ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കും. ഫെലിക്സ് ഒരു കമ്പനിയുടെ ഫസ്റ്റ് എംപ്ലോയി ആണെന്ന് വിചാരിക്കാം. ഫെലിക്സ് സ്റ്റിൽ ആ കമ്പനി ജോയിൻ ചെയ്യുന്ന ടൈമിൽ അറ്റ്ലീസ്റ്റ് ഫെലിക്സിന് സാലറി പേ ചെയ്യാനുള്ള കാശെങ്കിലും കമ്പനിക്ക് ഉണ്ടാവുമല്ലോ, റൈറ്റ്? ഫൗണ്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന് മുന്നത്തെ ലെവലാണ്. ഒരു കാശുമില്ലാത്ത ടൈമിലാണ് ഫൗണ്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫൗണ്ടേഴ്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ദേ ഹാവ് സീൻ ഹൗ ലീൻ യു ക്യാൻ ബി, റൈറ്റ്? എത്ര ഫ്രൂഗലായിട്ട്, എത്ര ചീപ്പായിട്ട്, അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തേ പറ്റും. ഇന്ന് കാര്യങ്ങൾ ചെയ്തെങ്കിൽ നാളെ നമുക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ കാശുണ്ടാവില്ല. അപ്പോൾ ഈ സ്കിൽ ആക്ച്വലി ഫൗണ്ടേഴ്സ് ഇല്ലാത്ത വേറെ ആൾക്കാർക്ക് കുറവാണ്. അവർ 2 സാധനം നമ്മുടെ മുമ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. പക്ഷേ ഇനീഷ്യലി വരുന്ന ടൈമിൽ വേറൊരു കമ്പനിയിൽ നിന്നാണ് വരുന്നെങ്കിൽ ചിലപ്പോൾ ആ കമ്പനിയിൽ ക്യാഷ് സർപ്ലസ് അല്ലെങ്കിൽ ഒരു സർപ്ലസ് എൻവയോൺമെൻറ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ദേ മൈറ്റ് ഹാവ് എ ലോട്ട് ഓഫ് മണി ആൻഡ് റിസോഴ്സസ് ടു കം വിത്ത്, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ സാധനം ഇവിടെ വരുന്ന ടൈമിൽ ദെൻ ഐ എം ലൈക്ക് ഓക്കെ, ദിസ് ക്യാൻ ബി ലീനർ. ഇത് ചെയ്യുന്നത് 0 ROI ആണ്, അല്ലെങ്കിൽ ലോ ROI ആണ്. വി നീഡ് ടു ഫൈൻഡ് ഹൈ ROI സ്റ്റഫ്. ഇത് രണ്ടും ചെയ്യും.
And it's a back and forth. So they argue with me, I argue with them, and finally we'll come to a conclusion. ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കും ശരി, ചിലപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും ശരി. It's a 50-50 thing most probably. But it's a level playing ground. ഞാൻ CTO ആണ്, founder ആണ്, ഞാൻ പറയുന്നത് ചെയ്യണം എന്നുള്ള രീതിയിലല്ല വരാം. And also, when they are wrong, that is okay. When they say they are right without data or something, then we'll have a conversation. But when they say they're wrong and we are going to correct it, then it's fine, right? Same thing with me also. ഈ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ദെൻ കുറേ കാര്യങ്ങളും ഓട്ടോ പൈലറ്റിൽ പോകും, റൈറ്റ്? പക്ഷേ എൻ്റെ ലെവലിൽ എൻ്റെ ഇപ്പോൾ എന്ത് കമ്പനിയിൽ എന്ത് ചെയ്യണമെങ്കിലും പ്രോഡക്റ്റ് ടീം ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് ടീം ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ലേണിങ്ങിൻ്റെ സൈഡിലാണെങ്കിൽ ലേണിംഗ് ആൻഡ് ഇമ്പാക്ട് ടീം ഉണ്ടാവും, പ്രോഡക്റ്റ് ടീം ഉണ്ടാവും, എഞ്ചിനീയറിംഗ് ടീം ഉണ്ടാവും, അപ്പുറത്ത് വേറെ ടീച്ചേഴ്സ് ടീം ഉണ്ടാവും, കസ്റ്റമർ സപ്പോർട്ട് ടീം ഉണ്ടാവും, റൈറ്റ്? ഇങ്ങനത്തെ മൾട്ടി ഫങ്ഷണൽ ക്രോസ് ഫങ്ഷണൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ടൈമിൽ 2 ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് കാണാം. എല്ലാവരും ചിലപ്പോൾ സെയിം ഡയറക്ഷനിലൂടെ അല്ല പോകുന്നുണ്ടാവും. ചിലവർ ഇങ്ങനെ ചെറുതായിട്ട് ചെരിഞ്ഞ് പോകുന്നുണ്ടാവുമായിരിക്കും, കുറച്ച് എന്തെങ്കിലും പ്രയോറിറ്റീസ് വരുമായിരിക്കും. ഇവൻച്വലി അവർ വളഞ്ഞു ചെറിഞ്ഞ് അവിടെ എത്തും, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ലോങ്ങർ, റൈറ്റ്? അപ്പോൾ വി ഡു റെഗുലർ ചെക്ക്-ഇൻസ് ടു മേക്ക് ഷുർ ദാറ്റ് വി ആർ ഡയറക്ഷനലി ആക്യുറേറ്റ്. ആരും ലൈക്ക് ഈ ഒരു പ്രോബ്ലം സ്പേസിന് പുറത്തുള്ള കാര്യങ്ങളോട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. ആർ വി സ്റ്റിൽ ലൈക്ക് ഗോയിങ് ഇൻ ദാറ്റ് ഡയറക്ഷൻ? ഇറ്റ്സ് ലൈക്ക് എ വെരി സ്ലോ ഷിപ്പ്. ഇവൻ ലൈക്ക് കോഴ്സ് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ തിരിച്ച് ആ ഡിസ്റ്റൻസിലോട്ട് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് എനർജി ആൻഡ് കാലറീസ്, റൈറ്റ്? വി മേക്ക് ഷുർ ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് 4 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പിയേഴ്സ് ആണല്ലോ. ഇപ്പം ഞാനും ഫെലിക്സും നമ്മൾ പിയേഴ്സ് ആണ്. നമ്മളൊരു ആർഗ്യുമെൻറ്റ് വന്നു, ചിലപ്പോൾ വൺ ഓഫ് അസ് വുഡ് ബി റൈറ്റ്, ചിലപ്പോൾ ഫെലിക്സിൻ്റെ കാര്യമായിരിക്കും ശരിക്കും. പക്ഷേ ഫെലിക്സിന് എൻ്റെ അടുത്ത് പറയാൻ മടിയായിരിക്കും, എനിക്കത് ഫെലിക്സിൻ്റെ അടുത്ത് പറയാൻ മടിയായിരിക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് വി കം ടു എ കോംപ്രമൈസ് സൊല്യൂഷൻ. ഇത് ഹൈലി സ്കിൽഡ് ആൾക്കാരുടെ ഞാൻ പാറ്റേൺ കണ്ടിട്ടുണ്ട്. ഇറ്റ് മൈറ്റ് നോട്ട് ബി ദ ബെസ്റ്റ് സൊല്യൂഷൻ. എനിക്ക് ഫെലിക്സിനും ഓവറായിട്ട് മുഷിപ്പിക്കാൻ വയ്യ, ഫെലിക്സിനെ എന്നെ മുഷിപ്പിക്കാൻ വയ്യ. ബട്ട് വിൽ കം ടു സൊല്യൂഷൻ. രണ്ടുപേരും ഫുൾ ഹാപ്പി ആണെന്ന് വെച്ചാൽ ഹാപ്പി ആയിരിക്കില്ല. ഇസ് ഇറ്റ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ ദ യൂസർ? ആയിരിക്കില്ല. അത് 4 ആൾക്കാർ ഒരുമിച്ച് കമ്മിറ്റി, അതാണ് ലൈക്ക് കമ്മിറ്റി ഡിസിഷൻസ് എന്നൊക്കെ പറയുന്നത്. 4 ആൾക്കാർ ഒരുമിച്ച് വന്നാൽ ദാറ്റ് ഹാപ്പൻസ്. കാരണം അവർക്ക് ഓവറായിട്ട് ഒരു അതോറിറ്റി ഇല്ല. ആ ടൈമിൽ മീ ആസ് എ ഫൗണ്ടർ ഐ ക്യാൻ എക്സേർട്ട് മൈ അതോറിറ്റി ആൻഡ് സേ ദാറ്റ് വൺ ഓഫ് ദ സൊല്യൂഷൻ ഈസ് റൈറ്റ്. നൗ we are going to put all our eggs into that basket. It is not a bet. That is the right solution. Let's just all work on that solution. ആരെങ്കിലും ആയിരിക്കും കറക്റ്റ്. ചിലപ്പോൾ യൂസർ ഹാപ്പൻസ് ടീം ആയിരിക്കും കറക്റ്റ്, ചിലപ്പോൾ ലേണിംഗ് ആയിരിക്കും കറക്റ്റ്, ചിലപ്പോൾ പ്രോഡക്റ്റ് ആയിരിക്കും കറക്റ്റ്. ആരാണോ കറക്റ്റ് എന്നുള്ളത് ഒബ്ജക്റ്റീവായിട്ട് ഐ ക്യാൻ ഗിവ് ദം എ ഒപ്പീനിയൻ ബിക്കോസ് ഐ ഹാവ് എ ബിഗർ കമ്പനി കോണ്ടെക്സ്റ്റ് ആൻഡ് ബിഗർ വിഷൻ. ആൻഡ് എൻ്റെ വേറൊരു ഇതും കൂടിയുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു എഞ്ചിനീയറിംഗ്, റൈറ്റ്? ഒരിക്കലും നമ്മൾ എഴുതുന്ന റിക്വയർമെൻറ്റ്സ് വുഡ് നോട്ട് ബി കറക്റ്റ്. അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് PRD എഴുതിയിട്ട് അതേപോലെ ആയിരിക്കില്ല ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്, ദിസ് ഈസ് ദ തിങ് ദാറ്റ് ഐ കൈൻഡ് ഓഫ് പിക്ഡ് അപ്പ് ഫ്രം ദിസ് ബുക്ക് കോൾഡ് ഹൈ ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ലൈക്ക് എ സാൻഡ്വിച്ച് അസംബ്ലി ലൈൻ. അപ്പോൾ ഒരു എഗ് സാൻഡ്വിച്ച് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ബാഡ് എഗ് വന്നു, അത് ബോയിൽ ചെയ്തു, സാൻഡ്വിച്ച് കയറ്റി, ആ സാൻഡ്വിച്ച് കസ്റ്റമർ എടുത്തു, കസ്റ്റമർ ബൈറ്റ് എടുത്തിട്ടാണ് മനസ്സിലാവുന്നത് ഈ it was a bad egg. They wasted a lot of time, energy, money, reputation, everything, right? അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ എല്ലാവരും ബിൽഡ് ചെയ്ത് ലാസ്റ്റ് ആയിട്ടാണ് മനസ്സിലാവുന്നത് സംതിങ് ഹാസ് വിയർഡ്. ഓഫ് കോഴ്സ് ചിലപ്പോൾ ആരും പ്രോബ്ലം ആയിരിക്കില്ല, ചിലപ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അതായിരിക്കും, റൈറ്റ്? I probably talk to more users than these guys, right? അപ്പോൾ maybe I have a little bit more knowledge. So what we do is that ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വിതിൻ ലൈക്ക് 2 days we do a demo. വിത്തിൻ സെക്കൻഡ് ഡേ ഇറ്റ്സെൽഫ്. മോസ്റ്റ്ലി സെക്കൻഡ്. ചിലപ്പോൾ കാണിക്കാൻ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു വയർ ഫ്രെയിം അല്ലെങ്കിൽ പേപ്പറിൽ ഒരു വരച്ചിട്ട് കൊണ്ടുവരായിരിക്കും. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫൈൻ. വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ ഹൈ ക്വാളിറ്റി സ്റ്റഫ്, ലൈക്ക് ലോ ഫിഡിലിറ്റി സാധനം മതി. കോഡിംഗ് ആണെങ്കിൽ അതുപോലെ ഒന്നും ഉണ്ടാവില്ല. മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുകയായിരിക്കും ചെയ്യാം. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നമ്മൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യും. അതായത് ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു കം. അപ്പോൾ അവരെന്തെങ്കിലും ഒരു സാധനം കാണുന്ന ടൈമിലാണ് അവർക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഫീഡ്ബാക്കും വരുന്നത്. നമ്മളൊരു PRD അവർക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും സാധനങ്ങളോ വെച്ചാൽ ആർക്കും ഒരു ഇതുണ്ടാവില്ല, റൈറ്റ്? പക്ഷേ UI-ൻ്റെ ഒരു ലോ ഫിഡിലിറ്റി പ്രോട്ടോടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരായിരിക്കും അപ്പോൾ ഇവിടെ മറ്റേ എഡ്ജ് കേസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേപ്പർ വരികയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ. അപ്പോൾ എന്തുണ്ടാവുന്നത് 2 ദിവസത്തിനുള്ളിൽ എഞ്ചിനീയറും ഡിസൈനറും എഡ്ജ് കേസും കോർണർ കേസും മനസ്സിലായി, നോട്ട് ആഫ്റ്റർ റിലീസ്, റൈറ്റ്? Then that speeds up this entire process. അപ്പോൾ obviously engineer has to spend some extra time here, but what happens is that അവസാനമുള്ള തലവേദന കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട്. ആൻഡ് ഓൾസോ ഈ ഡെമോ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഡെമോയിൽ പാർട്ടിസിപ്പൻ്റ് ആൾക്കാർ എണ്ണൊക്കെ കുറയും. കാരണം അവർ പറയാനുള്ള കാര്യങ്ങളും ചെയ്തു ആൻഡ് അവസാനം ആകുമ്പോഴത്തേക്കും വിൽ പ്രോബ്ലി ഹാവ് ദ
സെയിം തിങ്. ആൻഡ് ഐ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ കോച്ചിങ്, റൈറ്റ്? ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ജോബ്സ്, റൈറ്റ്? പക്ഷേ എല്ലാവരും ലൈക്ക് 1-on-1 അരമണിക്കൂർ എല്ലാ മാസവും ഒരു 1-on-1 ഷെഡ്യൂൾ ചെയ്ത് കോച്ചിങ് ഈസ് വെരി ആർട്ടിഫിഷ്യൽ ഇൻ നേച്ചർ, റൈറ്റ്? അപ്പോൾ ഒരു ഫുട്ബോൾ കോച്ചോ ക്രിക്കറ്റ് കോച്ചോ ആണെങ്കിൽ അവർ ഫുട്ബോൾ കളിക്കുന്ന ടൈമിൽ ഇഫ് ഹി മേക്സ് എ റോങ് പാസ് ദെൻ ദ കോച്ച് വിൽ അവിടുന്ന് ഷൗട്ട് ചെയ്യും, ദിസ് നോട്ട് ദ വേ ടു ഡു ഇറ്റ്, പാസ് ടു ദ അതർ പേഴ്സൺ, റൈറ്റ്? അപ്പോൾ ഇവർ കളിക്കുന്ന ഇടത്ത് കയറിയിട്ടാണ് നമ്മൾ കോച്ച് ചെയ്യേണ്ടത്. കളി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഷെഡ്യൂൾ അരമണിക്കൂറിൽ സംസാരിക്കുകയല്ല ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ എസ്പെഷ്യലി സർവീസ് സെക്ടറിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സർവീസ് കമ്പനിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ചിലപ്പോൾ കത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ആദ്യം തന്നെ CTO വന്ന് സംസാരിക്കുന്ന ടൈമിൽ എൻ്റെ തലയിലുള്ള പെർസ്പെക്റ്റീവ്, എൻ്റെ തലയിലുള്ള മെൻ്റൽ മോഡൽ കംപ്ലീറ്റ്ലി അവർക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വിത്ത് എക്സാമ്പിൾസ്, റൈറ്റ്? റിയൽ വേൾഡ് എക്സാമ്പിൾസ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് നെക്സ്റ്റ് സാധനം വരുന്ന ടൈമിൽ അവർ ഓൾറെഡി എൻ്റെ വിഷനും എൻ്റെ കാര്യങ്ങളെല്ലാം അവരുടെ തലയിലുണ്ട്. ആൻഡ് ദേ വുഡ് പ്രോബബ്ലി ഡു ഇറ്റ് മച്ച് ബെറ്റർ. അപ്പോൾ സ്റ്റാർട്ടപ്പിലുള്ള ദിസ് ഈസ് വൈ സ്റ്റാർട്ടപ്പിൽ ലേണിംഗ് സോ ഫാസ്റ്റ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഒരു LMSലുണ്ട് കുറേ ടെസ്റ്റ് എടുക്കണം, അങ്ങനെയല്ല ആൾക്കാർ പഠിക്കുന്നത്. They make some mistakes, immediately there is someone who works with them to solve that mistake. I sit with them and solve it for them, right? ചിലപ്പോൾ അവരുടെ പ്രോബ്ലം ആയിരിക്കില്ല, എഞ്ചിനീയറിൻ്റെ പ്രോബ്ലം ആയിരിക്കില്ല, ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. ഇമ്മീഡിയറ്റ്ലി ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു പേരുണ്ട് സ്മോൾ കോണ്ടെക്സ്റ്റ് ഡീപ് ഡൈവ്. ഇറ്റ് വിൽ നോട്ട് ഗോ അബവ് 15 minutes. ഓക്കെ, എന്തെങ്കിലും ഒരു ബ്ലോക്കർ വന്നു കഴിഞ്ഞാൽ ഈ സ്മോൾ കോണ്ടെക്സ്റ്റ് ഡീപ് ഡൈവ് മീറ്റിംഗ്സ് വിളിക്കും. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും കയറിയിട്ട് 15 minutes സ്പെൻഡ് ചെയ്യും. 15 minutes കഴിയുമ്പോഴത്തേക്കും വിൽ ഹാവ് എ സൊല്യൂഷൻ, റൈറ്റ്? ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ദ ബ്ലോക്കർ ഈസ് ക്ലിയർഡ്, റൈറ്റ്? ആൻഡ് ദെൻ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ നമ്മളിങ്ങനത്തെ ചെക്കിൻസ് എല്ലാം വന്നു, എല്ലാവർക്കും എഡ്ജ് കേസസ് കോർണർ കേസസ് എല്ലാം മനസ്സിലായി. ലാസ്റ്റ് എത്തുന്ന പ്രൊഡക്റ്റ് മോസ്റ്റ് പ്രോബബ്ലി വിത്ത് ലൈക്ക് 0 iterations വുഡ് ബി ഗുഡ് ഇനഫ്. അപ്പോൾ ദിസ് ഈസ് കൈൻഡ് ഓഫ് മൈ ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇറ്റ്സ് വെരി ഹാൻഡ്സ് ഓൺ. എൻ്റെ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ലോട്ട് ഓഫ് മീറ്റിംഗ്, ലോട്ട് ഓഫ് ദിസ് 15 minutes മീറ്റിംഗ്, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പാക്ട്ഫുൾ റൈറ്റ് നൗ. നിങ്ങൾ റിമോട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്, ഓഫ്ലൈൻ ആണോ? ദ ഡിഫോൾട്ട് ഈസ് വർക്ക് ഫ്രം ഓഫീസ്, ഇൻക്ലൂഡിങ് മീ. ഞാനും എല്ലാ ദിവസവും ഓഫീസിലുണ്ടാവും. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ഇഫ് യു വാണ്ട് സം ടൈം ഓഫ് ഫോർ എനി റീസൺ, റൈറ്റ്? ആൾക്കാർ മാരീഡാണ്, കുട്ടികളുണ്ട്, മെൻ്റൽ ഹെൽത്ത് റീസൺസ് ആയിരിക്കാം, പാരൻസിൻ്റെ റീസൺസ് ആയിരിക്കാം. യു ഫ്ലെക്സിബിൾ ദാറ്റ് വേ. നിങ്ങൾക്ക് 1 മാസം 2 മാസം വീട്ടിൽ പോയിരുന്നിട്ട് വർക്ക് ചെയ്യാൻ നോ ഇഷ്യൂസ്. ബട്ട് ദ ഡിഫോൾട്ട് ഈസ് യു കം ടു ദ ഓഫീസ് ആൻഡ് വർക്ക്. കാരണം ഇപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും, ഇറ്റ്സ് എ വെരി കൊളാബറേറ്റീവ് തിങ്, റൈറ്റ്? നമ്മൾ പലപ്പോഴും ഡെമോ നടത്തുന്നത് ഓഫീസിൽ ഞാനിരിക്കുന്നതിൻ്റെ മുകളിൽ തന്നെയാണ് സ്ക്രീന്. എന്നെ പിടിച്ച് മാറ്റിയിട്ട് ഒരു സ്ക്രീൻ താഴ്ത്തും, എന്നിട്ട് സ്ക്രീനിൽ വെച്ചിട്ട് എല്ലാവരും കൂടി ഒരു മാച്ചിൻ്റെ മുകളിൽ കയറിക്കും, ചെയറിലും കൂടില്ല, മാച്ചിൻ്റെ മുകളിൽ കയറിയിരിക്കും. എന്നിട്ട് ദേ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ടോക്കിംഗ്. അടുത്ത് തന്നെ വൈറ്റ് ബോർഡ് ഉണ്ട്, ദേ സ്റ്റാർട്ട് ഡ്രോയിങ്, റൈറ്റ്? ഈ ഒരു ഇത്രയും ഇൻറ്റിമേറ്റ് ഇൻട്രാക്ഷൻ ഈസ് നോട്ട് റിയലി പോസിബിൾ ഇൻ എ റിമോട്ട് സെറ്റിംഗ്. ഇറ്റ് ക്യാൻ വർക്ക്, ബട്ട് ദ quality of collaboration and the timeline will be like really extended. So we want to really move fast. കാരണം we are a small company. നമുക്കുള്ള അഡ്വാൻറ്റേജസ് എല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് we can beat the big players, right? We can cut a lot of corners, but we also have to double down on the advantages that we have, which is this amazing team, like who was very collaborative, very close, right? So yeah, that's our thinking. Interesting. പിന്നെ ഈ നിങ്ങളുടെ ഇതിൽ ഔട്ട്കം ഔട്ട്പുട്ടിനുള്ള രീതിയിൽ എങ്ങനെ ഡെഫിനിഷൻ? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പണ്ട് ഐ തിങ്ക് ഇൻഡസ്ട്രിയൽ ഏജ് എന്ന് വന്നിട്ടുള്ള സാധനമാണ്. നമ്മളൊരു അസംബ്ലി ലൈനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇത്ര കാർ പാർട്സ് ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന് ഇത്ര പെട്ടി ഞാൻ ഉണ്ടാക്കി, ഇത്ര കപ്സ് ഞാൻ ഉണ്ടാക്കി, വെരി ക്വാണ്ടിഫയബിൾ സാധനമാണ്. ഇന്നത്തെ നോളജ് വർക്ക് എൻവയോൺമെൻറ്റിൽ ഔട്ട്പുട്ട് ഡസൻറ്റ് റിയലി മാറ്റർ. പ്രൊഡക്റ്റ് മാനേജർ എത്ര PRD എഴുതിയെന്ന് ഡസൻറ്റ് റിയലി മാറ്റർ. ഒരു എഞ്ചിനീയർ എത്ര ലൈൻ ഓഫ് കോഡ് എഴുതിയെന്ന് ഡസൻറ്റ് റിയലി മാറ്റർ. ഒരു ലൈൻ ഓഫ് കോഡ് എഴുതിയാലും കുഴപ്പമില്ല, റൈറ്റ്? അപ്പോൾ നമ്മൾ പലപ്പോഴും ഇന്ന ഫീച്ചർ വേണം, ആ ഫീച്ചർ വേണമെന്ന് പറയുന്നത് അതെല്ലാം ലൈക്ക് ഔട്ട്പുട്ട് മെൻറ്റാലിറ്റിയാണ്, റൈറ്റ്? വാട്ട് വി വാണ്ട് ടു നോ ഇസ് ദാറ്റ് വാട്ട് ആർ വി ട്രൈങ് ടു അച്ചീവ്, റൈറ്റ്? ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് മെട്രിക്കാണ് മൂവ് ചെയ്യേണ്ടത്? ചിലപ്പോൾ കസ്റ്റമർ ഹാപ്പിനെസ് കൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന റേറ്റ് കൂടുന്നതായിരിക്കാം, ലേണിംഗ് കൂടുന്നതായിരിക്കാം, റൈറ്റ്? അപ്പോൾ ഇങ്ങനത്തെ KPI അല്ലെങ്കിൽ നോർത്ത് സ്റ്റാർ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് അത് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പറയുന്നുള്ളൂ, റൈറ്റ്? അപ്പോൾ ഇവൻ നമ്മൾ കമ്പനിയിൽ അല്ലെങ്കിൽ എൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ബിക്കോസ് ഐ എം എ ഹെഡ് ഓഫ് പ്രൊഡക്റ്റ് ഓർ ഹെഡ് ഓഫ് ടെക്നോളജി,
നമ്മൾ റിവ്യൂ ചെയ്യുന്നത് പ്രൊഡക്റ്റ് റിവ്യൂ അല്ല ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രൊഡക്റ്റ് റോഡ് മാപ്പ് എനിമോർ, റൈറ്റ്? കാരണം കമ്പനിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ടീംസ് ഹാവ് ടു കം ടുഗദർ. അപ്പോൾ ഒരു ടീം മാത്രം ഇരുന്നിട്ട് അവർ റിവ്യൂ ചെയ്തിട്ട് എന്താ കാര്യം? അവർ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല, റൈറ്റ്? അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, talk to me in 2 metrics only, right? First is like revenue, right? Second one is people learning stuff. So we have a metric for that. എത്രത്തോളം ആൾക്കാർ പഠിക്കുന്നുണ്ട്, കമ്പനിയുടെ ബിസിനസ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് റോഡ് മാപ്പാണുള്ളത് ഞങ്ങൾക്ക്. അതിലൂടെയുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. സോ നൗ വാട്ട് ഹാപ്പൻസ് ദാറ്റ്, ഞാനിത് ഫോർമുല 1 ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അതിൽ ദർ ഇസ് എ സേയിങ് ദാറ്റ് സ്റ്റോപ്പ് വാച്ച് ഡസൻറ്റ് ലൈ. ഓക്കെ, റൈറ്റ്? രണ്ട് പേർക്ക് പറയാൻ വേണം ഞാനാണ് ബെസ്റ്റ് ഡ്രൈവർ അല്ലെങ്കിൽ ഫെലിക്സ് ആണ് ബെസ്റ്റ് ഡ്രൈവർ എന്ന് പറയാം. ഹൂ ഇസ് ലൈക്ക് ഹൂ ഹാസ് ദ ലോവർ ടൈം ഓൺ ദ സ്റ്റോപ്പ് വാച്ച് ഇസ് ദ ട്രൂത്ത്, ഇസ് ദ വിന്നർ, റൈറ്റ്? അപ്പോൾ ഇപ്പോൾ ലെറ്റ്സ് സേ ഞാൻ അതിലൂടെ കൂടുതൽ പോകുന്നില്ല, പക്ഷേ അവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ എഞ്ചിനിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ എയറോഡൈനാമിക്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയാണ്, സസ്പെൻഷനിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ദേ ഓൾവേസ് സേ ദാറ്റ് ഞാൻ എഞ്ചിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയാണ്, എനിക്ക് 0.1 സെക്കൻഡ്സ് ലാപ്പ് ടൈം കുറയും, എയറോഡൈനാമിക്സ് കുറഞ്ഞാൽ 0.2 സെക്കൻഡ്സിൽ കുറയും. അപ്പോൾ ആ ഫോർമുല 1 ടീമിൻ്റെ ബോസിന് ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് ദാറ്റ് ഡിസിഷൻ ഇഫ് ദേ ക്യാൻ ഓൺലി ഇൻവെസ്റ്റ് ഓൺ വൺ തിങ്. 0.2 സെക്കൻഡ്സ് സേവ് ചെയ്യുന്ന സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ we want everyone to be talking the same language and we want everyone to be thinking I want to win this race, right? Similarly, നമ്മുടെ ഇതിൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഫീച്ചർ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു മാനിപ്പുലേറ്റ് ആൻഡ് മസാജ് ദീസ് മെട്രിക്സ് ടു ഷോ ദാറ്റ് ദിസ് ഹാസ് വർക്ക്ഡ്, റൈറ്റ്? ചിലപ്പോൾ നമ്മൾ ഗ്രോത്ത് റിലേറ്റഡ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ആക്ടിവേഷൻ കൂടിയിട്ടുണ്ട്, ഡെയിലി ആക്ടിവേഷൻ കൂടിയിട്ടുണ്ട്, ഫസ്റ്റ് എക്സാം എടുക്കുന്ന ആൾക്കാരുടെ ഹാപ്പിനെസ് കൂടിയിട്ടുണ്ട്, നൗ ദിസ് സക്സസ് എന്ന് പറയാം, റൈറ്റ്? പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തു തുടങ്ങിയത്? ചിലപ്പോൾ റവന്യൂ കൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടാനായിരിക്കും. അതാണ് അവിടുത്തെ നോർത്ത് സ്റ്റാർ, അതാണ് അവിടുത്തെ KPI. അത് കൂടിയിട്ടുണ്ടോ? സോ the first thing every time they tell me something, the first line has to be this: what is the impact on this north star? Then you can talk about, so we call it like bottom line upfront. Bottom line is that this impacted monthly revenue ഇത്ര കൂട്ടും. Then they can start talking about ബാക്കി ഒരു മെട്രിക്സ് ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ മന്ത്ലി റവന്യൂ കൂടുകയാണെങ്കിൽ ആ ഒരു ട്രാക്കിൽ then it's fine. ബാക്കി ഒന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല പക്ഷേ ആൾക്കാർ ബെറ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട്, then it's fine. So we define outcome that way. It has to be measurable and it has to be actually close to the north star and it has to move. 10 ചെയ്തതിൽ 2 മൂവ് ചെയ്തുള്ളൂ, that's fine. 8 പൊട്ടിക്കണ കുഴപ്പമൊന്നുമില്ല. But you have to be honest. ഈ ഒരു ക്ലിപ്പ് എന്തായാലും എൻ്റെ ടീമിന് അയച്ചു കൊടുക്കണം. Awesome. Then another thing from the community is one personal question I have to even ഒരാളെ ഫ്രഷ് ആയിട്ട് ഹയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് 90 ഡേയ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ഹൗ വുഡ് യു നഡ്ജ് ദം ടു കൈൻഡ് ഓഫ് ഗിവ് ദ ആസ് മച്ച് കോണ്ടെക്സ്റ്റ്, ആസ് മച്ച് ക്ലാരിറ്റി? ആ ഇതിൽ ഹൗ? വി ആർ വെരി ഷിറ്റി വിത്ത് ഓൺബോർഡിംഗ് ഡോക്യുമെൻറ്റ്സ്. എനിക്ക് പുതിയ ജോയിൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം കിടന്ന് കംപ്ലീറ്റ് ഓൺബോർഡിംഗ് ഡോക്യുമെൻറ്റ്സ് ആണുള്ളത്. സോ earlier, we can afford to pay the engineers, but earlier we could not do that a lot, right? So we were like heavily relying on junior engineers. അപ്പോൾ ചിലപ്പോൾ straight out of college അല്ലെങ്കിൽ 1 year in a service coming out of it, right? So നമ്മൾ ഹയർ ചെയ്യുന്ന ടൈമിൽ we really look for evidence of work, evidence of them going above and beyond. Especially ഞാൻ അന്ന് ഭയങ്കര കമ്മ്യൂണിറ്റിയിലെല്ലാം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. The thing with people in community is that a lot of them talk a lot. റൈറ്റ്? സംസാരിക്കുന്നതിന് യാതൊരു കുറവുണ്ടാവില്ല, റൈറ്റ്? പക്ഷേ പിടിച്ചിരുത്തിയിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യം ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ്, റൈറ്റ്? അപ്പോൾ എവിഡൻസ് ഓഫ് വർക്ക് കാണണം, റൈറ്റ്? അതും നോട്ട് ജസ്റ്റ് ഫോർ ദ കമ്പനി, ജോബിൽ ചെയ്തിട്ടുള്ള വർക്കല്ല. വി വാണ്ട് ടു സീ ദാറ്റ് യു ഹവ് ഡൺ ഹോബി പ്രൊജക്ട്സ്. വി വാണ്ട് ടു സീ ദാറ്റ് കമ്പനിയിൽ മാനേജർ പറയാത്ത കാര്യം വെച്ചിട്ട് കൂട്ടിയിട്ടുണ്ട്. ദേ ഹാവ് ടു ഹാവ് ഡൺ സംതിങ്. കാരണം പ്രോഗ്രാമിംഗ് ജോബായിട്ട് മാത്രം കാണുന്ന ആൾക്കാർ പ്രോഗ്രാമിംഗിന് ജോയ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് കാണില്ല, റൈറ്റ്? ഇഫ് യു ഹാവ് ടു ബി റിയലി അമേസിംഗ് അറ്റ് സംതിങ് യു നീഡ് ടു ലവ് ഇറ്റ്, റൈറ്റ്? ഇഫ് യു ഹേറ്റ് ഇറ്റ് യു കനോട്ട് ബി റിയലി അമേസിംഗ് അറ്റ് ഇറ്റ്. അപ്പോൾ വി വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ഓണസ്റ്റ്ലി. അപ്പോൾ അതിലൊരു കാവിയാറ്റ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ പ്രിവിലേജ്ഡ് ആണ് ആ രീതിയിൽ, റൈറ്റ്? എനിക്ക് ആദ്യം കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. കുറേ പ്രിവിലേജ് ആൾക്കാർ. അപ്പോൾ നമ്മുടെ ലെൻസ് കൂടി അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാരണം ഞാൻ ലാസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആ പയ്യൻ അവൻ്റെ പാരൻസിന് സിക്കാണ്. അപ്പോൾ ജോബ് കഴിഞ്ഞിട്ട്
ഉള്ള മെൻ്റൽ സ്പേസും കാശും എല്ലാം വേണം അങ്ങനത്തെ ഹെൽത്ത് കെയർ അങ്ങനത്തെ കാര്യത്തിലാണ് പോകുന്നത്. ഹൗ കാൻ ഐ എക്സ്പെക്ട് ഹിം ടു ഹാവ് പ്രൂഫ് ഓഫ് വർക്ക്, റൈറ്റ്? അപ്പോൾ വി ഇവാലുവേറ്റ് ഇൻ സം അതർ വേസ്. ആൾക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ, വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫിലിക്സിന് ഇൻ്റർവ്യൂ ആണ്, ഫിലിക്സിന് കാറിൽ ഇൻട്രസ്റ്റ് ഉണ്ട് പറയുകയാണെങ്കിൽ ദെൻ ഐ ബി ലൈക്ക് ഫിലിക്സിന് കാറിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഡെപ്തിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടറിൻ്റെ ടോർക്കിനെ കുറിച്ച് സംസാരിക്കാം, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ പോകുന്ന ടൈമിൽ എനിക്ക് മനസ്സിലാവും പാഷൻ ഉള്ള സാധനത്തിൽ പുള്ളിക്കാരൻ എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഡെപ്തിലോട്ട് പോയിട്ടുള്ളത്. ഇൻ 90% ഓഫ് ദ കേസസ് ദിസ് ഈസ് ട്രാൻസ്ഫറബിൾ, റൈറ്റ്? ഇങ്ങനത്തെ ഈ പാഷനും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിലിക്സിന് പാഷനുള്ള സാധനത്തിൽ ഡെപ്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഫിലിക്സിന് ഞാൻ ഓപ്പർച്യൂണിറ്റി തരികയാണെങ്കിൽ പ്രോഗ്രാമിങ്ങിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്രോഗ്രാമിങ്ങിലും പുള്ളി ഡെപ്തിൽ പോകും. ഓക്കെ സോ സമ്മത അഡ്ജസ്റ്റൻ്റ് ഒന്ന് റിലേറ്റഡ് അല്ലാത്തൊരു ഇതിൽ പാഷൻ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ് ക്യാൻ ബി ഓക്കെ. സോ അതിൽ ബേസിക്കലി അതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പൽ തിങ്കിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? എന്നിട്ട് ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് വിത്ത് സം കോച്ചിങ് ആൻഡ് സം ഓപ്പർച്യൂണിറ്റി ആൻഡ് ചലഞ്ചസ് ഫിലിക്സ് വിൽ ബി അമേസിങ്. ഇങ്ങനെ ബെറ്റ് എടുത്തിട്ടുള്ള എല്ലാവരും ഹാസ് ബീൻ സക്സസ്ഫുൾ. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് പോയിന്റേഴ്സ്. ആസ് പെർ വെൻ യു ഹയർ ദം ആൻഡ് ബിക്കം പാർട്ട് ഓഫ് ദ ടീം, ആ ഒരു 60-90 ഡേയ്സ് എന്ന് പറയാൻ 60-90 നമ്മളൊരു ദ തിങ് ഇസ് ദാറ്റ് ഓൺബോർഡിങ് വി ആർ വെരി ഷിറ്റി അറ്റ് ഓൺബോർഡിങ്. ബിക്കോസ് ബിസിനസ്സോ അല്ലെങ്കിൽ യൂസർ വാല്യൂ സൈഡിൽ ഇറ്റ് ഇസ് എ ലോ ROI തിങ്. ഓൺബോർഡിങ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, വിച്ച് ആസ് CTO I feel guilty about it, right? Okay. So what happens is that നമ്മൾ what could have been improved or even what could have been improved since you are on the podcast, what can be proper onboarding, right? But now what we do is that നമ്മൾ പുതിയ ജോയിൻ ചെയ്ത എഞ്ചിനീയർ ഇവനെ പെയിൻ എല്ലാം അനുഭവിച്ചു കാണുമല്ലോ, പുള്ളിക്കാരനോട് നോൺ ബോർഡിംഗ് ഡോക്യുമെന്റ് അയക്കും. സോ ദ നെക്സ്റ്റ് പേഴ്സൺ that's much better അല്ലേ? So iteratively it becomes better. പക്ഷേ ഡു യു ഹാവ് ലൈക്ക് ഇന്റേണൽ നോളജ് ബേസ്? ഇപ്പം നമ്മളിത് ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആസ് ദ ടീം ഗ്രൂ പുതിയ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ ലൈക്ക് ആ കോണ്ടെക്സ്റ്റും ക്ലാരിറ്റിയും ഹൗ ഫാസ്റ്റ് യു ക്യാൻ ഗെറ്റ് ദം എന്നുള്ളത്. പിന്നെ ഹൗ ആർ യു കമ്മ്യൂണിക്കേറ്റിംഗ് റൈറ്റ് നൗ നോട്ട് ഡൂയിങ് എ ഗുഡ് ജോബ് ആസ് യു സെഡ്. വാട്സാപ്പ് ആണോ? ഐ തിങ്ക് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു നോഷൻ ഡോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഒരു ഡേ ബൈ ഡേ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഗെറ്റിംഗ് ഫെമിലിയർസ് ടു ദ കോഡ് ബേസിങ് ആൻഡ് പല റൊട്ടേഷനലി പല പ്രൊഡക്ട്സിലേക്കും ഇൻവോൾവ് ചെയ്യുക, സോ ദാറ്റ് ദേ ഗെറ്റ് എ ഓവറോൾ വ്യൂ. ഇങ്ങനത്തെ ഒരു ബഞ്ച് ഓഫ് ടെക്സ് ടൈം എടുക്കേണ്ട സംഭവം തന്നെയാണുള്ളത്. ഇപ്പോൾ AI ടൂൾസ് വരുന്ന കാരണം ഓൺബോർഡിംഗ് സെലിബ്രിറ്റീസിയോ, അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് വാട്ട് ഫോക്കസ് ഓൺ ദ വൈ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻ എടുത്തത്, ഇങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള റീസൺ എന്താണ്, കാരണം യൂസർ നീഡ്സ് എങ്ങനെയായിരിക്കും, റൈറ്റ്? അപ്പോൾ എത്രയും പെട്ടെന്ന് കോഡ് ബേസ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ യൂസേഴ്സിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നീഡ്സും യൂസേഴ്സായിട്ട് എമ്പത്തി ബിൽഡ് ചെയ്യുക, യൂസേഴ്സിൻ്റെ പ്രൊഫൈൽ മനസ്സിലാക്കി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വൈസ് പ്രിൻസിപ്പിൾസ് ഇങ്ങനത്തെ കാര്യങ്ങളെങ്കിലും മിനിമം ഡോക്യുമെൻറ്റ് ചെയ്താൽ ദാറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റാർട്ട്. ആൻഡ് വാട്ട് എവർ കമ്മ്യൂണിക്കേഷൻ യു ഡു മേക്ക് ഷുവർ ദാറ്റ് യു ഡു ഇറ്റ് ഓൺ ഇമെയിൽ. അപ്പോൾ ഇമെയിൽ ഗ്രൂപ്പ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ദെൻ ദേ ക്യാൻ ജസ്റ്റ് ഗോ ടു ദ ഗൂഗിൾ ഗ്രൂപ്പ്സ് ആൻഡ് റീഡ് എവറിത്തിങ്. ദാറ്റ്സ് എ വെരി ചീപ്പ് വേ ടു കീപ് ട്രാക്ക്. ആൻഡ് ഇപ്പോൾ ഗൂഗിൾ ഗ്രൂപ്പ്സ് ഒരു LLM കൊടുത്തു കഴിഞ്ഞാൽ ദെൻ ഹി ക്യാൻ ചാറ്റ് വിത്ത് ഇറ്റ് ഓൾസോ, റൈറ്റ്? WhatsApp sucks. We rely heavily on WhatsApp. We should have never done that. Back conversation ഉണ്ടാവില്ലല്ലേ ഗൂഗിൾ ഗ്രൂപ്പ്സ് അറ്റ്ലീസ്റ്റ് പഴയ തൊട്ടുണ്ടല്ലേ? Google Groups is amazing. There is a reason why all these like open source communities used to hang out in Google Groups, like mailing list, and it's amazing that way. Makes sense. Okay. ഈ നമ്മളുടെ കോൺവെർസേഷനിൽ ഹൈ ഏജൻസി പീപ്പിൾ എന്ന് പറഞ്ഞൊരു കോമൺ ടേം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ ഹൈ ഏജൻസി പീപ്പിൾ, എങ്ങനെ അത് കൾട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ എല്ലാവരെയും വർത്ത് എന്ന് പറയുന്നത് അവർ എത്രത്തോളം ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്, റൈറ്റ്? ഇഫ് യു ആർ നോട്ട് റിയലി ബ്രിങ്ങിങ് എനി ഇമ്പാക്റ്റ് യു ആർ നോട്ട് ദാറ്റ് വർത്തി, ഏത് കമ്പനി നോക്കുകയാണെങ്കിലും, റൈറ്റ്? അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് ട്രാൻസ്ലേറ്റ്സ് ടു എൻജിനീയർ ഓൾസോ. അപ്പോൾ ഒരു എൻജിനീയറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറേ ബ്ലോക്കേഴ്സ് ഉണ്ടാവുമായിരിക്കും, റൈറ്റ്? The difference between a high agency and a low agency person is that a low agency person waits for someone else to solve that problem for them, right? High agency ആണെങ്കിൽ whatever it takes, they will go, ഇപ്പോൾ വേറെ അടുത്ത് പോയി സംസാരിച്ച് സാധനം സോൾവ് they'll go there and solve it, right? I think I was listening to the OpenAI team. അപ്പോൾ OpenAI teamൽ engineer was saying that അവർ ചെയ്യുന്ന കാര്യത്തിൽ it required a lawyer, because എന്തൊരു ലീഗൽ സാധനം ഉണ്ടായിരുന്നു ആ സാധനം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. They were like, okay, you go find a lawyer and talk to the lawyer.
The engineer has to go and talk to the lawyer and figure it out, right? So what happens is that they're getting things done. So it's a difference between people who get things done and the people who wait for others to get things done, right? So the people who do whatever it takes to get things done are high agency people. It doesn't matter our job, our hiring the time job description it doesn't really matter. They'll go to any lengths. And those people are amazing. Those people are the like people who are going to survive forever, right? If we have to bet, we bet on those people. That's basically what it is. Awesome. Next ഉള്ളത് rapid round questions ആണ്. Okay, നമ്മുടെ what are some of the books that you read and recommend, in terms of things that help you a lot? കുറച്ച് ഒരു ക്ലിഷേ സാധനം. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഞാൻ ബുക്സിൻ്റെ വോളിയം കുറച്ചു, റൈറ്റ്? ഇപ്പം ബുക്സിൽ ആക്ച്വലി ലൈക്ക് ദ സിഗ്നൽ ഡെൻസിറ്റി ഈസ് ലൈക്ക് വെരി ലോ. കുറേ കാര്യങ്ങൾ പറയുന്നത് കാരണം ഒരു ബുക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ബുക്കിൽ 10 പേജിൽ പറയുന്ന ഒരു ബ്ലോക്ക് പോസ്റ്റിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ ലൈക്ക് ഞാൻ ഫിക്ഷൻ വായിക്കുന്നത് പണ്ടേ നിർത്തി. ഡ്യൂണിൻ്റെ സെക്കൻഡ് ബുക്ക് ഞാനിപ്പോൾ റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ബട്ട് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നോൺ ഫിക്ഷൻ കേസിലാണ് പറയുന്നത്. അപ്പോൾ നോൺ ഫിക്ഷനിൽ വരുന്ന കേസിൽ ബുക്സിൻ്റെ സിഗ്നൽ ഡെൻസിറ്റി ഇസ് റിയലി ലോ. അപ്പോൾ ഐ മോസ്റ്റ്ലി ലീൻ ടുവേർഡ്സ് ലൈക്ക് യൂട്യൂബിൻ ലൈക്ക് 3x സ്പീഡ്, പോഡ്കാസ്റ്റിന് 3x സ്പീഡ്, അല്ലെങ്കിൽ റീഡ് വൈസിൽ കാര്യങ്ങളോട് വായിക്കുന്നുണ്ട്. ഹാവിങ് സെഡ് ദാറ്റ് ഒരു അൺകൺവെൻഷണൽ ബുക്കിലൂടെ പറയുന്നത് നത്തിങ് റിലേറ്റഡ് ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. നമ്മൾ സ്കങ്ക് വർക്ക്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്കങ്ക് വർക്ക്സ് ഓക്കെ, എല്ലാ കമ്പനിയിലും ദർ മൈറ്റ് ബി എ സ്കങ്ക് വർക്ക്സ് ടീം. സ്കങ്ക് വർക്ക്സ്, സ്കങ്ക് WORKS, എൻ്റെ പ്രൊണൗൺസിയേഷൻ ബുച്ചേഴ്സ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ അവിടുത്തെ R&D ടീമിനാണ് സ്കങ്ക് വർക്ക്സ് എന്ന് പറയുന്നത്, റൈറ്റ്? ഇറ്റ്സ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഹൈലി മോട്ടിവേറ്റഡ് ഹൈ ഏജൻസി എഞ്ചിനീയേഴ്സ് who are working on these amazing problems, right? അപ്പോൾ ഈ സ്കങ്ക് വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് അവർക്ക് വരാൻ കാരണം പണ്ട് ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുണ്ട് US, ദേ ക്രിയേറ്റ് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്. അവിടെ സ്കങ്ക് വർക്ക്സ് പറഞ്ഞൊരു ടീം പണ്ട് കോൾഡ് വാറിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടീമിനെ സ്കങ്ക് വർക്ക്സ് ആണ് വിളിച്ചിരുന്നത്. കാരണം അവർ ബേസിക്കലി ഒരു സർക്കസ് ടെൻറ്റ് പോലത്തെ ഒരു ടെൻറ്റിലാണ് അവർ വർക്ക് ചെയ്തിരുന്നത്. അതിൻ്റെ അടുത്ത് എന്തോ ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു. സോ ഇറ്റ് യൂസ് ടു സ്റ്റിങ്ക് എ ലോട്ട്. അപ്പോൾ മറ്റേ സ്കങ്ക് മറ്റേ മണക്കുന്ന ഇതാണല്ലോ. അപ്പോൾ ദേ സ്റ്റാർട്ട് കോളിംഗ് ദം സ്കങ്ക് വർക്ക്സ്. ദെൻ എവ്രി വൺ സ്റ്റാർട്ടഡ് കോളിംഗ് ദി R&D ടീം സ്കങ്ക് വർക്ക്സ്. അപ്പോൾ സ്കങ്ക് വർക്ക്സിൽ ജോൺ കെല്ലി എന്ന് പറഞ്ഞിട്ടൊരു അമേസിങ് ഈസ് എ aerospace engineer or aeronautical engineer, maybe both, a bit of both, I think. കോൾഡ് വാറിൽ അമേരിക്കനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ പ്ലെയിൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരാണ്, റൈറ്റ്? സോ വൈ ദിസ് റിയലി റെസണേറ്റ്സ് വിത്ത് മീ ഇസ് ദാറ്റ് നമ്മൾ സ്റ്റാർട്ടപ്പ് ആവുന്ന ടൈമിൽ ദർ ആർ ലോട്ട് ഓഫ് കൺസ്ട്രെയിൻറ്റ്സ്, റൈറ്റ്? ഈ കൺസ്ട്രെയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വി ഹാവ് ടു അച്ചീവ്, വി ഹാവ് ടു വിൻ, വി ഹാവ് ടു സർവൈവ്. സർവൈവൽ പറയുന്നത് വിന്നിങ് ആണ്, റൈറ്റ്? സെയിം തിങ് ഈസ് വിത്ത് ഓൾ ദീസ് വാർ സ്റ്റോറീസ് ഓൾസോ, റൈറ്റ്? അപ്പോൾ അവർ ഫസ്റ്റ് ഒരു പ്ലെയിൻ ഉണ്ട്, U2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയിൻ ഉണ്ട്. ഇറ്റ്സ് എ സ്പൈ പ്ലെയിൻ. അപ്പോൾ ഇവർക്ക് റഷ്യയുടെ മുകളിൽ കൂടി, കാരണം സാറ്റലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇത് ഒരു പ്ലെയിൻ പറഞ്ഞാലേ പറ്റുള്ളൂ. പക്ഷേ പ്ലെയിൻ പറയുന്നതിന് ഒരു മിസൈൽ വന്നിട്ട് അടിക്കും, പ്ലെയിൻ വിടും, റൈറ്റ്? സോ വാട്ട് ദേ ഹാവ് ടു ഡു ഇസ് ദാറ്റ് അവർക്ക് ഒരു പ്ലെയിൻ ബിൽഡ് ചെയ്യണം, മിസൈൽ പോകാൻ പറ്റുന്നതിനും ഹൈറ്റിൽ കൂടുതൽ പറക്കുന്ന പ്ലെയിൻ ബിൽഡ് ചെയ്യണം. ദാറ്റ് ഇസ് എ U2 സ്പൈ പ്ലെയിൻ, റൈറ്റ്? അപ്പോൾ അത്രയും ആൾട്ടിറ്റ്യൂഡിൽ പറക്കാൻ പറ്റുന്ന ടെക്നോളജി ഇല്ല. അപ്പോൾ എന്തൊക്കെ ട്രേഡ് ഓഫ്സ് അവർ ചെയ്തു, എന്തൊക്കെ കോർണേഴ്സ് അവർ കട്ട് ചെയ്തു, അങ്ങനെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെയിം തിങ്കിങ് സ്റ്റാർട്ടപ്പിൽ നമുക്ക് വരാം, റൈറ്റ്? യു ഹാവ് ടു ഡു ഇറ്റ്, യു ഡു നോട്ട് ഹാവ് ദ റിസോഴ്സസ്, ബട്ട് യു ഹാവ് ടു ഡു ഇറ്റ്. നൗ ഹൗ ക്യാൻ ഐ കട്ട് കോർണേഴ്സ് ആൻഡ് ഹൗ ക്യാൻ ഐ ബ്രിങ് ഇൻ മൈ ഹാക്കി തിങ്, റൈറ്റ്? അപ്പോൾ ഈ പ്ലെയിനിങ്ങിന് വെച്ചാൽ ഇതിന് ലാൻഡിംഗ് ഗിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരിങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ക്ലിപ്പുള്ള ലാൻഡിംഗ് ഗിയറാണ്. കാരണം എന്ന് വെച്ചാൽ ലാൻഡിംഗ് ഗിയർ വെയിറ്റ് കൂടുമല്ലോ. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ അതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഫ്യൂളിൻ്റെ എണ്ണം കുറയും, വെയിറ്റ് കൂടുമ്പോൾ അത് എടുക്കാൻ പറ്റുന്ന ഹൈറ്റ് കുറയും, റൈറ്റ്? അപ്പോൾ അവരുടെ ഹോൾ പോയിന്റ് വാസ് ദാറ്റ് വെയിറ്റ് കുറയ്ക്കാം. അപ്പോൾ ലാൻഡിംഗ് ഗിയർ ഇല്ല, ഒരു ക്ലിപ്പും വരും, ടേക്ക് ഓഫ് ചെയ്യും, അത് കഴിഞ്ഞ് ലാൻഡ് ചെയ്യുന്നത് ബേസിക്കലി 2 വീലിൽ ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്യുന്ന ഒരു കൺട്രോൾ ക്രാഷ് ലാൻഡിംഗ് ആണ്, റൈറ്റ്? ബട്ട് ഇറ്റ് വർക്ക്ഡ്, ഇറ്റ് ഹെൽപ്ഡ് US ടു വിൻ ദ കോൾഡ് വാർ, റൈറ്റ്? അത് കഴിഞ്ഞ് SR-71 എന്ന് പറഞ്ഞിട്ടൊരു SR-71 Blackbird. It is the fast 1970s ബിൽഡ് ചെയ്തിട്ടുള്ള പ്ലെയിൻ ആണ്. ഇറ്റ് ഇസ് സ്റ്റിൽ ദ ഫാസ്റ്റസ്റ്റ്, റൈറ്റ്? അത് കഴിഞ്ഞിട്ടുള്ള പ്ലെയിൻസ് കോൺകോർഡ് പോലും അല്ലെങ്കിൽ നത്തിങ് ഹെൽസ് ഹസ് റിയലി ബീറ്റൻ ദാറ്റ് റെക്കോർഡ്. അപ്പോൾ അത് ആക്ച്വലി അവർക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ, സോ അതിൻ്റെ പാർട്ടി ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ മിസൈൽ വരികയാണെങ്കിൽ ഇവൻ ബേസിക്കലി സ്പീഡിൽ പോകും, റൈറ്റ്? മിസൈലിന് ഇതിനെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന മിസൈലോ പ്ലെയിനൊന്നും USSR ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഈവൻ റഷ്യ, ഇറ്റ് വാസ് ലൈക്ക് സോവിയറ്റ് യൂണിയൻ, റൈറ്റ്? അപ്പോൾ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ദേ നീഡ് എ ലോട്ട് ഓഫ് ടൈറ്റാനിയം. Guess which country has the most titanium? Russia? It was Russia. അപ്പോൾ ഇവർക്ക് റഷ്യൻ്റെ പൊട്ടിക്കേണ്ട പ്ലെയിൻ ഉണ്ടാക്കണമെങ്കിൽ റഷ്യയുടെ ടൈറ്റാനിയം വേണം. സോ വാട്ട് ദിസ് ഗൈസ് ക്രിയേറ്റഡ് വാസ് ദാറ്റ് ഈ സ്കങ്ക് വർക്സിലത്തെ ഇവർ
പോയിട്ട് വേൾഡ് വൈഡ് കുറേ ഷെൽ കമ്പനീസ് ഉണ്ടാക്കി. എന്നിട്ട് ഷെൽ കമ്പനീസ് വഴി റഷ്യയിൽ നിന്ന് ടൈറ്റാനിയം കംപ്ലീറ്റ്ലി കൊണ്ടുവന്നു. എന്നിട്ട് അത് കംപ്ലീറ്റ്ലി അമേരിക്കയിൽ ഷിപ്പ് ചെയ്തു. അത് വെച്ച് പ്ലെയിൻ ഉണ്ടാക്കി. ആ പ്ലെയിൻ വെച്ചിട്ട് ഇവർ റഷ്യനെ സ്പൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ യു സീ ദ മെഷേഴ്സ് ദാറ്റ് ദേ ഗോ ടു, റൈറ്റ്? ഇതൊന്നും ലൈക്ക് ഇതൊന്നും ലൈക്ക് ലീനിയർ തിങ്കിങ് അല്ല, ഔട്ട് ഓഫ് ദ ബോക്സ് അല്ല ഇത്. ഐ ഡോണ്ട് നോ ഹൗ ദേ കം അപ്പ് വിത്ത് തിങ്സ് ലൈക്ക് ദിസ്, റൈറ്റ്? കറക്റ്റ്. സോ ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എഞ്ചിനീയറിംഗ് ഓൾസോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹൈ ഏജൻസി പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എഞ്ചിനീയറിംഗ്. യു നീഡ് ഓൾ ദീസ് ലോജിസ്റ്റിക്കൽ ഓപ്പറേഷണൽ, ഓൾ ദീസ് പീപ്പിൾ വർക്ക് ടുഗദർ. സ്റ്റാർട്ടപ്പ് ഇസ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? You're working in a constrained environment where everyone is just coming together and solving that particular problem. That is amazing. So Skunk Works പറഞ്ഞുള്ള ബുക്കാണ്. Really amazing book if you're into those kind of stuff. പിന്നെ ക്ലിഷേ ബുക്ക് മറ്റേ ഇലോൺ മസ്കിൻ്റെ ആഷ്ലി വെൻസിൻ്റെ ഇലോൺ മസ്ക് ബുക്ക്. അതിലും ഇതേപോലെ റിസോഴ്സ് ഒന്നും ഇല്ലാത്ത ടൈമിൽ ആസ് എൻ ഓൺടർപ്രീനർ പുള്ളിക്കാരൻ റോക്കറ്റ് ബിൽഡ് ചെയ്തും ടെസ്ല ബിൽഡ് ചെയ്തും ഒക്കെയാണ്. സോ ദ തിങ് വിത്ത് എലോൺ മസ്ക് ഇസ് ദാറ്റ് ആളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയും ഓൺലൈൻ പേഴ്സണൊക്കെ മാറ്റിയിട്ട് പുള്ളിനെ പ്യൂർലി ഒരു പ്രൊഡക്റ്റ് തിങ്കറായി നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരനെ പോലത്തെ ഒരു പ്രൊഡക്റ്റ് തിങ്കർ വേറെ ഇല്ല. ഹി ഓൾവേസ് ഗോസ് ടു ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, റൈറ്റ്? ഹി ഓൾവേസ് ആസ്ക് വൈ ആർ വി ഡൂയിങ് ദിസ്, റൈറ്റ്? ആവശ്യമില്ലെങ്കിൽ അതെല്ലാം അടുത്ത് കളയും. ആൻഡ് ഹി മേക്ക് ഷുവർ തിങ്സ് ആർ ഡൺ. ഹി മേക്ക് ഷുവർ ദാറ്റ് highly amazing engineers want to work with Elon Musk even when they have to work through sleeps, right? അത് കഴിഞ്ഞ് പുള്ളിയുടെ ലിഫ്റ്റ് ഓഫ് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ബുക്ക് ആഷ്ലി വെൻസ് അല്ല വേറെ എഴുതിയാണ്. ഇറ്റ്സ് ബേസിക്കലി ഹൗ ദേ ഫ്ലൂ ദ ഫസ്റ്റ് റോക്കറ്റ്. അപ്പോൾ അവർ ബേസിക്കലി ഒരു പെസിഫിക് ഐലൻഡിലൊക്കെ പോയിട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. ഐ എം സ്റ്റിൽ റീഡിങ് ഇറ്റ് ബട്ട് ഐ എം റിയലി ലവിങ് ഇറ്റ്. ബട്ട് ദിസ് ആർ ലൈക്ക് മൈ ബുക്ക് വൈസ്. The thing with CTO is that because I'm a CTO, there are a lot of books for CEOs, right? Great CEO book. It's a very good book, right? CTO അങ്ങനത്തെ സാധനമല്ല. നമുക്ക് ഉണ്ട്, ഞാൻ വരുന്നില്ല, പക്ഷേ ഒരെണ്ണമാണ് ദ CTO ഹാൻഡ് ബുക്ക്. ഇറ്റ്സ് ഓൾറെഡി അവൈലബിൾ ഓൺ GitHub. ഇറ്റ്സ് എ വെരി ഗുഡ് റിസോഴ്സ് ഫോർ CTOs, റൈറ്റ്? അപ്പോൾ നല്ല പ്രോഗ്രാമറായിരുന്നു. ഇനി ടെക്നിക്കൽ പീപ്പിൾ ലീഡർ ആവുന്ന ടൈമിൽ വാട്ട് ഡു യു നീഡ് ടു ഡു, ഹൗ ഡു ഇവാലുവേറ്റ് യുവർ സെൽഫ്, അത് കംപ്ലീറ്റ്ലി അതൊന്ന് മനസ്സിലാവും. ആൻഡ് അത് പുള്ളിക്കാരൻ ഇൻസ്പയർഡ് ആയത് ദർ ഇസ് ദിസ് ബുക്ക് കോൾഡ് മാനേജിങ് ഹ്യൂമൻസ്. മാനേജിങ് ഹ്യൂമൻസ് പറഞ്ഞ ബുക്കിൽ ദർ ഇസ് എ ചാപ്റ്റർ കോൾഡ് മാനേജിങ് നെർഡ്സ്. വെരി റെലവെൻറ്റ് വെൻ യു ആർ വർക്കിംഗ് വിത്ത് എഞ്ചിനീയേഴ്സ്. ബുക്കിൻ്റെ കാര്യത്തിൽ this is what I have. ഇപ്പോൾ ഐ എം ട്രൈങ് ടു ഗെറ്റ് ബാക്ക് ടു ദ ബുക്സ്, ബട്ട് ഞാൻ ബുക്ക് വായിക്കുന്ന രീതി ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ബുക്ക് ഇൻഫർമേഷൻ ഡെൻസ് അല്ലാത്തത് കാരണം നൗ ഐ എം ഗെറ്റിംഗ് ദ EPUB, giving it to LLM, asking it to give me a tree, then just expanding the tree nodes which I am really interested in. അതും ഞാൻ ചുമ്മാ കസറിൽ ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അതിങ്ങനെ നോട്ട്സ് കാണിക്കും. എനിക്ക് ആവശ്യമുള്ള നോഡ് മാത്രം ഞാൻ പോയി വായിച്ചാൽ മതി. അപ്പോൾ കുറച്ച് ടൈം എടുക്കുള്ളൂ. ആൻഡ് അത് നല്ല റീഡ് വൈസിലോട്ടും എനിക്ക് സാധനം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ എം ലവിങ് റീഡിങ് ബുക്സ് അഗെയിൻ. പോഡ്കാസ്റ്റ് യു ലിസൺ ടു apart from the KPH podcast, obviously? KPH podcast രാത്രി നടക്കാൻ ഇറങ്ങുന്ന ടൈമിൽ KPH podcast is one of the things. KPH podcast, Lenny's newsletter, ഇതൊക്കെയാണ്. Super right. I also amazing, right? Yeah. രാത്രി നിങ്ങളുടെ രണ്ടുപേരുടെ മെയിൻ സാധനമാണ് പോഡ്കാസ്റ്റ്. ഐ ലിസൺ ടു ലോട്ട് ഓഫ് പോഡ്കാസ്റ്റ്, ബട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ഹോം സ്ക്രീൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ മീ. അപ്പോൾ അതിൽ വരുന്ന പോഡ്കാസ്റ്റ് ഞാൻ നേരെ സേവ് വാച്ച് ലെറ്ററിലോട്ട് ആഡ് ചെയ്യും. ഒരു വാച്ച് ലെറ്ററിലുള്ള സാധനം ഞാൻ പ്ലേ ചെയ്യുന്നതാണല്ലോ. ഈ പെട്ടെന്ന് അങ്ങനെ റിക്കളക്ട് ചെയ്യാൻ ഒരാളുടെ ഇത് വരെ ഇപ്പോൾ മോസ്റ്റ്ലി ലൈക്ക് AI റിലേറ്റഡ് LLM റിലേറ്റഡ് കാര്യങ്ങളാണ്. അതിലും ഞാനൊരു ടൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വാച്ച് ലെറ്ററിൽ ഞാൻ 10-15 ഒരു മണിക്കൂറിൻ്റെ വീഡിയോസാണ് ആഡ് ചെയ്യുന്നത്. ഇതൊന്നും കാണാൻ ടൈമില്ല. അപ്പോൾ ദെൻ ദർ ഇസ് എ സ്ക്രിപ്റ്റ് ദാറ്റ് ഗോസ് ത്രൂ മൈ വാച്ച് ലെറ്റർ ലിസ്റ്റ്. ഇപ്പോൾ പലപ്പോഴും എല്ലാ വീഡിയോനും ക്ലിക്ക് ബൈറ്റ് ടൈറ്റിലാണല്ലോ ഉണ്ടാവുക. എനിക്ക് ക്ലിക്ക് ബൈറ്റ് ടൈറ്റിൽ ആൻസർ മാത്രം കിട്ടിയത്, എനിക്ക് ഒരു മണിക്കൂർ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവൻ ഈ വാച്ച് ലെറ്റർ ലിസ്റ്റ് പോയിട്ട് ഈ വീഡിയോയുടെ ടൈറ്റിൽ നോക്കിയിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ CTO ആണ്, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് പാരാട്ടി, ഇതിന് വേണ്ട പോയിന്റ്സ് വീഡിയോ ഒന്ന് എടുത്തിട്ട് എനിക്ക് ഇമെയിൽ അയച്ചു തരും. അപ്പോൾ പബ്ലിഷ് ചെയ്യാമോ? റീഡ് വൈസ് ഇസ് ഡൂയിങ് ദ സെയിം തിങ് പറയുന്നുണ്ട്, ബട്ട് ഐ ക്യാൻ ഡു ദാറ്റ്. പക്ഷേ നിങ്ങളുടെ പോഡ്കാസ്റ്റ് എല്ലാം എനിക്ക്, കാരണം ഫൗണ്ടർ സ്റ്റോറീസ് ദർ ഇസ് നോ വേ സമ്മറി വുഡ് ഹെൽപ്പ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ ലാമ 4 ഇറങ്ങി. ലാമ 4നെ കുറിച്ച് എനിക്ക് ഒരു മണിക്കൂർ കേൾക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഹൈലൈറ്റ്സ് മാത്രം എനിക്ക് പ്രാക്ടിക്കലായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഐ യൂസ് ദോസ് ഹാക്സ് ലൈക്ക് ദാറ്റ്. ബട്ട് സ്റ്റിൽ ദർ ഇസ് എ ഗിൽട്ട് ഓഫ് നോട്ട് റീഡിങ് ദ ബുക്സ്. കാരണം പണ്ട് ബുക്സ് മാത്രമായിരുന്നല്ലോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു സോഴ്സ്. അപ്പോൾ 20 കൊല്ലം ബുക്സ് വായിച്ചാലാണ് ഞാൻ നന്നാവുള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു ഹൈലി ഇൻ്റലിജൻ്റ് ആവുള്ളൂ എന്നുള്ള ഒരു ഇൻഡോക്ട്രിനേഷൻ തലയിലുണ്ട്. ബുക്ക് വായിക്കാൻ ദർ ഇസ് ദാറ്റ് ഗിൽട്ട്, പക്ഷേ ഐ എം നോട്ട് റിയലി ഗിവിങ് മൈസെൽഫ് ടു ദാറ്റ് ഗിൽട്ട്. Makes sense. Yeah, that's my learning right now. I spend like 4-5 hours a day to learn in one way or another. So what is your day in a life of a CTO looks like? It's very easy. Get up,
go to the office. What time you like? You just I wake up really late. ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീക്കുന്നത്. ഞാൻ ഓഫീസിലെത്തുന്നത് നമ്മുടെ പോലെ ഓഫീസിലെത്തുന്നത് മോസ്റ്റ്ലി ഒരു 12 മണിയൊക്കെ എത്തിക്കാണ് ഹാപ്പി, റൈറ്റ്? ചിലപ്പോൾ അതിന് മുമ്പ് എത്തും, കാരണം ഞാനിപ്പോൾ ജിം അങ്ങനത്തെ കാര്യങ്ങളൊന്നും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിം എന്തുണ്ടാവും വെച്ചാൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ വൈകുന്നേരം പീക്ക് അവേഴ്സാണ്, 2 മണിക്കൂർ ജിമ്മിൽ പോകണം. അപ്പോൾ മൈ പ്രൊഡക്റ്റീവ് അവേഴ്സ് ആർ ഗോൺ. ഓഫീസിൽ നിന്ന് ഞാൻ ലഞ്ച് ബ്രേക്കിൽ അപ്പോൾ ഞാൻ 10 മണിക്ക് ഓഫീസിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു 12:30 ആകുമ്പോൾ ലഞ്ചിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ അടുത്ത് തന്നെയാണ്, ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ് ജിമ്മ്, കാലിയാണ്. അപ്പോൾ എനിക്ക് 45 minutes, എനിക്കൊരു 1 hour 15 minutes അവിടെ സേവ് ചെയ്യാൻ പറ്റും, which I can do for learning, which is really needed right now. So I'm going to shift to that. Okay, gym time is on the lunch time കഴിഞ്ഞിട്ടല്ലേ? Yeah, lunch, gym, shower, lunch. ജിമ്മിൽ നിന്ന് ഷവർ ചെയ്യും, എന്നിട്ട് പാരൻസിൻ്റെ വീട് അടുത്ത് തന്നെയാണ്, അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് ഞാൻ തിരിച്ചും ഇങ്ങോട്ട് വരും. സോ പാരൻസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഹാക്കും കൂടിയായി. ആൻഡ് വൈകിട്ട് ഞാനൊരു 9, 10, 11 മണി, ചിലപ്പോൾ 12 മണി. എനിക്ക് 12 മണിക്ക് മുമ്പ് സ്റ്റെപ്സ് കയറ്റണം. അപ്പോൾ 11 മണിയാകുമ്പോൾ ഞാൻ നടക്കാൻ ഇറങ്ങും, 1 മണിക്കൂർ നടക്കും. അപ്പോഴാണ് നിങ്ങളുടെ പോഡ്കാസ്റ്റ് കംപ്ലീറ്റ് ഞാൻ കേട്ടിട്ട് വരാം. മോസ്റ്റ്ലി ഫുൾ ടൈം ഓഫീസ് തന്നെയാണ്. ഇപ്പോൾ ഓഫീസിലുള്ള ടൈം ഞാൻ കുറഞ്ഞു. പണ്ട് ഞാൻ ഓഫീസിൽ തന്നെയാണ് രാത്രി കടന്നുറങ്ങുകയും ചെയ്തിരുന്നത്. പണ്ട് കാശൊന്നും ഇല്ലാത്ത ടൈമിൽ ദിവസം ദിസ് തിങ്, ഒരു ഡോർ ഇല്ലാത്തൊരു ഓഫീസ് ഉണ്ടായിരുന്നു, ഡോറും ഷട്ടറും ഇല്ലാത്ത ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ ഒരു 8x4 ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ ഐ വർക്ക് ദർ ടിൽ like 3 AM 4 AM, ഐ സ്ലീപ്പ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. എന്നിട്ട് രാവിലെ ഒരു 8 മണിയാകുമ്പോൾ പോയി കുളിച്ചിട്ട് തിരിച്ചു വരും. അതൊക്കെ മാറി, കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി കൺട്രോൾ, കാരണം സ്ലീപ്പ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ നൗ. ബട്ട് ദാറ്റ്സ് ഇറ്റ്. പിന്നെ വീക്കെൻഡിൽ ഐ ട്രൈ ടു, കേരളത്തിലുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, in like 2 hours you can go to backwaters, ocean or the mountains, right? And I'm a mountain guy. പെട്ടെന്ന് ചൂടുന്ന എനിക്ക് തണുപ്പിലോട്ട് പോകാന്നുള്ളതാണ്. And I have like a off-road bike, so once in like 2 weekends I try to go there and have fun. ഉള്ള സ്ട്രെസ്സും എനർജിയിൽ അവിടെ കളഞ്ഞിട്ട് തിരിച്ച് മൺഡേ ആകുമ്പോഴേക്കും ഓഫീസിൽ വരും. ആൻഡ് ഇറ്റ്സ് ദ സെയിം തിങ്. വൈകുന്നേരം എന്തെങ്കിലും പ്ലാൻ ഇടുമെങ്കിൽ ഐ വിൽ ടേക്ക് ടൈം ഓഫ്, ഇല്ലെങ്കിൽ ഐ വിൽ ജസ്റ്റ് സ്പെൻഡ് ദാറ്റ് ടൈം ഓൺ ലേണിംഗ് ഓർ ഹാക്കിംഗ്, ഇന്റേണൽ പ്രൊജക്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. And next question is actually, AI tools that you use, അല്ലെങ്കിൽ AI tools very simple. കുറേ കാര്യങ്ങളും API വെച്ചിട്ട് ഞാൻ തന്നെ എഴുതുന്ന സ്ക്രിപ്റ്റാണ്. കുറേ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലാണ് എൻ്റെ കുറേ കാര്യങ്ങൾ റൺ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ സ്ക്രിപ്റ്റ് എല്ലാം ബേസിക്കലി ജൂപ്പിറ്റർ നോട്ട്ബുക്ക്, ഞാൻ രാവിലെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് റൺ ചെയ്യണം. അതിൽ എല്ലാ LLMsോടും കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ലാംഗ്രാഫും ലാങ്ചിനൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഐ ക്യാൻ ജസ്റ്റ് ചേഞ്ച് ഇറ്റ് അറൗണ്ട്. അതിൽ തന്നെ ജസ്റ്റ് എനിക്ക് ഒരു വെർട്ടിക്കൽ മോണിറ്റർ ഉണ്ട്, ഒരു 14 inch മോണിറ്റർ ഉണ്ട്, പിന്നെ ഒരു സ്ക്രീനുണ്ട്. ഈ വെർട്ടിക്കൽ മോണിറ്ററിൽ കംപ്ലീറ്റ്ലി എല്ലാ LLM ടൂൾസും ഓപ്പൺ ആണ്. അപ്പോൾ ഐ ഡോണ്ട് ഇവൻ ടൈപ്പ് റൈറ്റ് നൗ. ഞാൻ എൻ്റെ ഒരു സോണി WH ഹെഡ്സെറ്റ് ഉണ്ട്, അതിലൊരു മൈക്ക് എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ സൂപ്പർ വിസ്റ്റോർ എന്ന ആപ്പ് ഉണ്ട്, മാക്കിലുള്ള ടൈപ്പ് ചെയ്യുന്നതിന് പേരാണ്. സോ ഐ എം ഓൾവേസ് ലൈക്ക് ടോക്കിംഗ് ടു ദ കമ്പ്യൂട്ടർ റൈറ്റ് നൗ. ഇറ്റ്സ് വെരി ഗുഡ്, റൈറ്റ്? ടൈപ്പ് ചെയ്ത് സ്ലോ ആകേണ്ട. അപ്പോൾ ഈവൻ ലൈക്ക് കഴ്സറിലാണെങ്കിലും വൈറ്റ് കോഡിംഗ് ആണെങ്കിലും സൂപ്പർ വിസ്പർ ആണെങ്കിലും യു ക്യാൻ ആക്ച്വലി ടോക്ക് ആൻഡ് ഡു ദിസ്, ഡു ദാറ്റ്. ആൻഡ് കഴ്സറിൽ ദർ ഇസ് ദിസ് മോഡ് കോൾഡ് യോളോ. മറ്റേത് കഴ്സറിൽ എന്തെങ്കിലും സാധനം വന്നാൽ നമ്മളത് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ സാധനം. യോളോ എങ്ങനെ വെച്ചാൽ അവന് സാധനം തോന്നും, പുള്ളിക്കാരൻ എക്സിക്യൂട്ട് ചെയ്യും, കമാൻഡ് റൺ ചെയ്യും, സാധനം ചേഞ്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, റൈറ്റ്? അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മീ ടോക്കിംഗ് ആൻഡ് ജസ്റ്റ് ചേഞ്ചിങ് സ്റ്റഫ്. കഴ്സർ ഞാൻ മേ ബി ഐ വിൽ ട്രൈ ഔട്ട് ക്ലൈൻറ്റ് നെക്സ്റ്റ് വീക്ക്. പിന്നെ ലാസ്റ്റ് വീക്ക് ഈ വീക്കെൻഡ് മൈക്രോസോഫ്റ്റ് വിഷ്വൽ co-pilot agent mode കൊണ്ടുവന്നു. So I want to try that out also. It's basically that. So one of my jobs is to try out all these tools so that എൻ്റെ ടീമിൽ ആൾക്കാർ എന്തെങ്കിലും സംസാരിക്കുന്ന I can at least talk intelligently. Like Rahul is not dumb because Rahul knows these tools എന്നുള്ള ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് I have to use all these tools. That's it. പിന്നെ റീഡ് വൈസ് ഞാൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ടൂൾസ് ഈവൻ പ്രൊജക്ട് മാനേജ്മെൻറ്റിനൊക്കെ ഇത് ടൂൾസ് ഉപയോഗിക്കണം. ഇന്റേർണലി എഞ്ചിനീയറിംഗ് ഇസ് ജിറ. ഞങ്ങൾ കാശ് സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ലൈക്ക് വി ഡോണ്ട് ROI ഇല്ലെങ്കിൽ ചെയ്യില്ല. ഇന്റേർണലി പ്രൊജക്ട് മാനേജ്മെൻറ്റിന് കോർ ടീമിൽ അസാന യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബാക്കി ഓപ്പൺ പ്രൊജക്റ്റ് ഉണ്ട്. ഓപ്പൺ പ്രൊജക്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഓപ്പൺ പ്രൊജക്ട് ഇറ്റ്സ് എ വെരി ഓൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഓൾഡ് ലുക്കിംഗ് സോഫ്റ്റ്വെയർ, ഇറ്റ് ഗെറ്റ്സ് ദ ജോബ് ഡൺ. പിന്നെ സ്ലാക്ക്, ലോട്ട് ഓഫ് ഇൻറ്റഗ്രേഷൻസ് അതൊക്കെ തന്നെ. N8 യൂസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്, സാപ്പിയർ പോലത്തെ കണക്ടറിന് വേണ്ടിയിട്ട്. പിന്നെ കുറേ ഇപ്പോൾ LLM കൂടി വന്ന ടൈമിൽ ലെഗസി കോഡ് ബേസിസിൽ LLM വെച്ച് വർക്ക് ചെയ്യാൻ
it takes some time, right? If എല്ലാവരും is spinning up small microservices, അപ്പോൾ ഞാൻ ഇപ്പോൾ ഓരോ ദിവസം നോക്കുന്ന ടൈമിലും ഓരോരുത്തരും microservice ചെയ്തിട്ടുണ്ടാവും, ഓരോ ഫീച്ചർ ഒരു microservice ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. Right now it's good, but at some point, that will also create some problems. But we are hoping by that time LLM will also advance, so that LLM എടുത്ത് പറഞ്ഞ problem എല്ലാം solve ചെയ്യുന്നുള്ള രീതിയിൽ. That's it. Very basic. നമ്മൾ 30 ആൾക്കാരുണ്ട്. Yeah, we don't really believe in going after the sexy, shiny stuff. We always stick to open source, trusted stuff, and we build on top of that. Nice. നിങ്ങളും ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടോ? ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട്. So we are not doing enough. We're not even close to doing enough, right? But we are starting to do that. For example, last year, Fast United, I think Fast United, right? We tried sponsoring open source conferences and stuff like that. പിന്നെ നമ്മളിപ്പോൾ എൻട്രിയിൽ we are hosting a lot of developer meetups. അങ്ങനെ we are giving back to the community. ഇനി what we want to do is that ഇങ്ങനത്തെ internal tools അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം we want to open source also. ആൾക്കാർക്ക് യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും we want to put it out there. Also for my team. I want my team to have some open source projects to put on their portfolio also, right? That way. ഞാനിപ്പോൾ കൈലാഷിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ he was very advocate about open source and Fast United ഫൗണ്ടറുമാണ് I think. he was. ഇപ്പോൾ കാരണം നമ്മൾ പണ്ട് ഹയർ ചെയ്യുന്ന ടൈമിലെല്ലാം ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഹെൽപ്പ് അല്ലോ, ആദ്യത്തെ കുറേ ആൾക്കാരെ കമ്മ്യൂണിറ്റി. സോ വി വാണ്ട് ടു ഗിവ് ബാക്ക്. അപ്പോൾ ഓൾവേസ് ഞങ്ങളുടെ കമ്പനിയിൽ വി ട്രൈ ടു നോട്ട് സ്പെൻഡ് മണി ഓൺ തിങ്സ് ദാറ്റ് ഡോണ്ട് മാറ്റർ, ബട്ട് ദിസ് മാറ്റർ, റൈറ്റ്? ആൻഡ് വി ആർ ട്രൈങ് ടു ഗിവ് ബാക്ക് റൈറ്റ് നൗ. Awesome. Good to hear that. Thank you. Yes, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ KPH ഗസ്റ്റിലായിട്ട് വരുന്ന സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ്. ആൻഡ് വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദീസ് തിങ്സ് ആൻഡ് ഹൗ ഡു യു manage or balance this, starting with health, health, well, right? Health I used to എൻ്റെ 20s കഴിയുന്നവരിൽ തോട്ട് പറഞ്ഞാൽ I just want to be bigger. Hypertrophy മാത്രം ഫോക്കസ് ചെയ്യണം. So I used to eat a lot and warm up stretches, endurance അങ്ങനത്തെ കാര്യങ്ങളൊന്നും നേരെ പോയിട്ട് heavy lift ചെയ്യും, right? So I was bigger, you know that. I was a little bit bigger also, right? ഇപ്പോൾ in the last 2 years ഞാൻ കുറച്ച് ബാക്കിലാണ്. I have not been focusing on it. And also my thought has a little bit changed. കാരണം with the advance, AI advancement അങ്ങനത്തെ കാര്യങ്ങളും കാരണം the medical field is going to be amazing, right? അപ്പോൾ I think we are going to be the first generation who is going to be living comfortably in 120 years old, 150 years old, right? I mean, അത് ശരിക്കും പോസിബിൾ ആണോ? With the if you draw the medical advancements trajectory work ചെയ്യണമെങ്കിൽ then personalized medicine അങ്ങനത്തെ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ we might be that. അപ്പോൾ there is a huge possibility that we might be that, right? അപ്പോൾ I do not want to carry a broken body into my old years, right? So I want to preserve as much health as possible when I'm going into those years. I know ഒരു ബസ് ഇടിച്ച് മരിച്ചാൽ പോട്ടെ, good. But അതിലൂടെ പോവുകയാണെങ്കിൽ I want that to be. അപ്പോൾ the way I'm thinking about health has changed right now. If I'm not trying to be the big guy, I'm trying to be like a functional guy. Couple of things that matter is, you want muscle mass, but you also want like a good VO2 max, stuff like that, right? അപ്പോൾ അതിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ see, the thing with entrepreneurs is that companies are everything. ഇപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ the first thing that gets sacrificed is your personal well-being, right? അപ്പോൾ this is also an advice for founders. The moment you can afford like a house help, a cook who can prepare stuff at home, do that, right? കാരണം അതില്ലെങ്കിൽ you gonna fuck up your health, right? ഇപ്പോൾ ഇവൻ ഞാൻ ഓഫീസിലാണെങ്കിൽ പോലും അവിടുത്തെ ചേച്ചിമാരോട് പറഞ്ഞിട്ട് രാവിലെ ആയിക്കഴിഞ്ഞാൽ 2 ലിറ്ററിൻ്റെ ഫ്ലാസ്ക് എൻ്റെ ഡെസ്കിൽ കൊടുന്ന് വെക്കണം എന്നുള്ള രീതിയിൽ, കാരണം ഐ എം ഗെറ്റിംഗ് ഡീഹൈഡ്രേറ്റഡ്. അപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് ആഫ്റ്റർ മീറ്റിംഗ് ആയത് കാരണം ഞാൻ എണീറ്റിട്ട് വെള്ളം നിറയ്ക്കൊന്നും കൂടിയില്ല. അപ്പോൾ it is privilege. It's definitely privilege. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. But if you can afford it, if you are at that level, do all those things that would make it easier for you, and your health is kind of taken care of automatically, right? അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഞാനിത് കെട്ടിയിട്ടുള്ള റീസൺസ് ഓൾസോ ഐ എം ട്രൈങ് ടു റെഡ്യൂസ് മൈ ഫാറ്റ് പെർസെൻറ്റേജ്. ഞാൻ ആക്ച്വലി ഫ്രണ്ടായിട്ടും കൂടി ഒരു ബെറ്റ് വെച്ചിട്ടുണ്ട്. June 15th ആകുമ്പോഴത്തേക്കും ഐ ഹാവ് ടു കം അണ്ടർ 90 kilos. അതർവൈസ് ഐ വിൽ ലോസ് എ ലോട്ട് ഓഫ് മണി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫോക്കസ് പറഞ്ഞാൽ extremely high protein food. ഞാനിപ്പോൾ 90 kilo വെയ്യുന്നു. I have around like 180 gram, 200 gram protein, 1000 calories per day deficit, 10,000 steps, 1000 day per calorie deficit, right? ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 വീക്കിൽ 2 കിലോ കുറഞ്ഞു. അപ്പോൾ നമ്മൾ കിലോ കുറയുന്ന ടൈമിൽ യു ഓൾസോ വാണ്ട് ടു മേക്ക് ഷുർ ദാറ്റ് യു ആർ ലൂസിങ് ദ ഫാറ്റ്, നോട്ട് ദ മസിൽ, റൈറ്റ്? സോ ഫോർ ദാറ്റ് യു നീഡ് ഹൈ പ്രോട്ടീൻ ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ്, അറ്റ്ലീസ്റ്റ് like 5 sets per muscle per week. I'm doing that, and in the last 2 weeks it's going well. But most probably I'll win that bet. That's sleep. How is sleep?
sleep has been a problem for me. ഉറക്കം വരാനും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഉറങ്ങിക്കഴിഞ്ഞ പ്രോബ്ലം ഉണ്ടായിരുന്നു. So I have this thing called dopamine deficiency in my brain. Okay. I don't know why that is, but because of that dopamine messaging issue, I have this restless lib syndrome. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉറക്കുന്ന ജേർക്കായിട്ട് എണീക്കും. അപ്പോൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇറ്റ് ഓൾമോസ്റ്റ് ഫീൽസ് ലൈക്ക് ഐ ഹാവ് നോട്ട് സ്ലെപ്റ്റ് ത്രൂ ദ നൈറ്റ്. Even though you have slept, പക്ഷേ അതങ്ങനെ even if I have like I've been in the bed 8 hours with my eyes closed, right? So അതിനുള്ള മെഡിക്കേഷൻ ഉണ്ട്. പ്ലസ് ഓൾസോ സ്ലീപ്പ് ഹൈജീൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. You dim your lights, you take a hot bath, climate control അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. I'm doing that and things are getting better. And things have to be better. Right. That's it right now. That is my health. Make sure that I'm not screwing up my body, not by a lot. Mental health, talk about that. How do you? Mental health has been a challenge. I am this personality type called OCPD, not OCD. It's a personality trait. It's called obsessive compulsive personality disorder. Although it is a disorder, it's a personality trait. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാരുടെ പ്രോബ്ലം എന്താ വെച്ചാൽ it's very difficult for us to be happy. We always like chase perfection because we always have these unreasonable benchmarks. ആ ബെഞ്ച്മാർക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ which means we're not happy most of the time, right? അപ്പോൾ that can get you to a spiral very quickly. That's a very slippery slope. അപ്പോൾ now I know that I have trained my mind to figure out those patterns. അപ്പോൾ എന്തെങ്കിലും അൺറീസണബിൾ ആയിട്ട് എനിക്ക് തോന്നുകയാണ്, അൺസാറ്റിസ്ഫൈഡ് തോന്നുകയാണ്, ഹാപ്പി ആയിട്ട് തോന്നുകയാണെങ്കിൽ ഐ നോ ദാറ്റ് ദിസ് ഈസ് ബിക്കോസ് ഓഫ് മൈ പേഴ്സണാലിറ്റി ടൈപ്പ്. ബട്ട് ദിസ് ഓൾസോ ഹെൽപ്സ് മീ ഇൻ എ ലോട്ട് ഓഫ് വൈ. കാരണം ഇങ്ങനെ അൺഹാപ്പി ആവുന്നതും അൺകംഫർട്ടബിൾ ആവുന്ന ടൈമിലും ഐ ട്രൈ ടു പുഷ് മൈ സെൽഫ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഒരു സാധനം ബിൽഡ് ചെയ്യാണ്, ഐ എം അൺഹാപ്പി അബൌട്ട് ഇറ്റ്, ഐ മോസ്റ്റ് പ്രോബ്ലി മേക്ക് ഇറ്റ് ബെറ്റർ. So there is some perks of it. I try to over engineer it. Company, I think in the engineering team I am the most pessimistic about the system architecture failing, which means I push a lot to reinforce it. That's a good thing. They might hate it. Nagul undu, DevOps guy aanu, you might hate it, but I have these fears, and I think in a way it makes me a better engineer also. So mental health in a case, the thing with mental health is that you don't know what you don't know, right? നമ്മളിപ്പോൾ നമ്മുടെ പാരൻസിനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാ പാരൻസിനും ഇറ്റ് ഈസ് വെരി ക്ലിയർ എന്തെങ്കിലുമൊക്കെ ഒരു മെൻ്റൽ വെൽബീയിങ് ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും, റൈറ്റ്? ചിലപ്പോൾ ഫാദേഴ്സ് ടെൻ ടു ബി ബിറ്റ് നാർസിസിസ്റ്റിക്, മദേഴ്സ് വിൽ ബി ആങ്സൈറ്റി റിട്ടൻഡ്, ഭയങ്കര ഇതിലാണ്. അപ്പം അവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ they say they are okay. It is because we don't know what we don't know, right? അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ ചൂടുണ്ടാവും, അതേപോലത്തെ ഒരു സിംറ്റം ഇല്ല നമുക്കൊരു മെൻ്റൽ ഇത് വരികയാണെങ്കിൽ എവറിത്തിങ് ജസ്റ്റ് ഫീൽ ഷിറ്റി. അപ്പോൾ ഐ ഹാവ് ലൈക്ക് റെഗുലർ ചെക്ക്-ഇൻസ് വിത്ത് മൈ തെറപ്പിസ്റ്റ്. എന്തെങ്കിലും ഒരു സാധനം എനിക്ക് അലേർട്ട് ചെയ്യാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ഓൺ എ കോൾ വിത്ത് ഹിം ലൈക്ക് വൺസ് ഇൻ എ മന്ത്. വെരി അമേസിംഗ് ഗായ്. തെറപ്പിസ്റ്റിനെ പിക്ക് ചെയ്യുന്നത് ഈസ് ഓൾസോ ലൈക്ക് പിക്കിങ് എ ലൈക്ക് പാർട്ട്ണർ. ഞാൻ കൊച്ചിയിലൊക്കെ ഒരാൾക്കാരുടെ അടുത്ത് ട്രൈ ചെയ്തു, but I wanted someone who has seen other entrepreneurs and seen their problems, right? So that they understand what I'm talking about. ഞാൻ ചില തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്ന ടൈമിൽ they don't really understand my aspirations. അവർ രാഹുൽ നീ ഉള്ളത് വെച്ച് ഹാപ്പി ആവുക എന്നുള്ള രീതിയിലാണ്, rather than helping me to get to the level that I want, which is not what I wanted. So right now I'm talking to this guy called Mahesh. He's amazing. ബാംഗ്ലൂരിലാണ്. എൻ്റെ പണ്ടുണ്ടായിരുന്ന തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ തെറപ്പിസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഈ തെറപ്പിസ്റ്റാണ്. I don't know why she did that, but she did it for me. And that helps, right? അപ്പോൾ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ അറിയായിരിക്കും, പക്ഷേ ഇവരായിട്ട് സംസാരിക്കുന്ന ടൈമിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. It's a very healthy thing to do. And if you can afford it, do it. I think this starts from 500 rupee per session. It's totally worth it. Totally worth it. I will also recommend everyone as well. Absolutely. There is no stigma, nothing, right? നമ്മൾ പനി വരുമ്പോൾ ഡോക്ടറെ കാണുന്ന സെയിം സാധനം തന്നെയാണ് ഇതുമുള്ളത്. If you want medication, go for it. Okay, no problem. Your quality of life has to be really good. Then wealth. No, കുറച്ച് കാശൊക്കെ ഉണ്ടാവുമല്ലോ, obviously. So where do you put the money in? Do you it's have very a luxury simple for car me. or luxury bike? I don't have luxury cars or luxury bikes. It's very simple for me. ഞാൻ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, റൈറ്റ്? നോട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെക്കാളും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, എന്നെക്കാളും സ്ട്രഗിൾ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ എക്സ്ട്രാ 10 രൂപ പോലും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ റിസ്ക് ലൈഫിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ഐ ഡു എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ട്, റൈറ്റ്? സ്നാപ്ചാറ്റിൻ്റെ ഫൗണ്ടറുണ്ടല്ലോ ഇവൻ സ്പീക്കർ, ഹി വാസ് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ കം ഫ്രം എ വെൽത്തി ഫാമിലി. അപ്പോൾ സ്നാപ്ചാറ്റിൻ്റെ $1 billion ഓഫർ വന്ന ടൈമിൽ ദ റീസൺ ഹി കുഡ് സേ നോ ടു ദാറ്റ് $1 billion is because he had been in money, right? His family is rich.
പുള്ളിക്കാരൻ is already enjoying the luxuries. പുള്ളിക്കാരൻ യാതൊരു പ്രോബ്ലം ഇല്ല $1 billion പോയി കഴിഞ്ഞാലും, right? Now it's like $100 billion company. അപ്പോൾ his risk appetite is really high because his parents had money, right? I don't have that. അപ്പോൾ I want to be in a like a 99 percentile in an income range, right? I think 99 to 99.9 എത്ര കൂടിയായിരിക്കും. As long as I am about 99, I think I'm happy. കാരണം എൻ്റെ കുറേ പാഷൻസ് അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എൻ്റെ പാഷൻ I don't ever want a yacht or a Maybach, Rolls Royce, nothing. That doesn't really excite me. I like getting small cars. ഇപ്പം എൻ്റെ ഒരു ജിംനി ഉണ്ട്, ഒരു എക്സ്പൾസ് ബൈക്ക് ഉണ്ട്. ഈ ചെറിയ കാർ എടുത്തിട്ട് മാക്സിമം ഫണ്ട് എടുക്കുക, എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ഇടിക്കണമെങ്കിൽ ഇടിച്ചോടെ കുഴപ്പമില്ല. ബട്ട് യു ഹാവ് ദ ഫുൾ ഫൺ ഓഫ് ഇറ്റ്. പിന്നെ എല്ലാ കൊല്ലവും എന്തെങ്കിലും സ്കില്ല്, എന്ത് സ്കില്ല് വേണമെന്ന് തോന്നുന്നുള്ള സ്കില്ല് എനിക്ക് പിക്കപ്പ് ചെയ്യാനുള്ള ഇത് വേണം. ഇതിന് കാശ് എക്സാമ്പിൾ സ്കിൽ കുറച്ച് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓഫ് ക്യാമറ പറഞ്ഞിരുന്നു. ബട്ട് I like adventure stuff. അപ്പോൾ വീക്കെൻഡ് ഓഫ് റോഡിങ് I try to go for that. എൻ്റെ 20s ചെയ്യണമെന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ 20s നടന്നില്ല. സോ ഐ എം ട്രൈങ് ടു ഡു ദാറ്റ് ഇൻ 30s. സോ ഓരോ കൊല്ലം ഓരോ സാധനം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് നമ്മുടെ തൂത്തുക്കുടി ദർ ഇസ് ലൈക്ക് എ കൈറ്റ് സർഫിംഗ് ഹബ്. കൈറ്റ് സർഫിംഗ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കൈറ്റ് സർഫിംഗ് ചെയ്ത് ഇറ്റ്സ് എ കൈറ്റ്. സോ നമ്മൾ സർഫ് ബോർഡ് പോലത്തെ സാധനം ഉണ്ടാവും. ദർ വിൽ ബി ഹ്യൂജ് കൈറ്റ്, റൈറ്റ്? ആൻഡ് കൈറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഹാർനസിലോട്ട്. ഒരു ഹാൻഡിൽ ഉണ്ടാവും. അതാണ് ആക്സിലേറ്റർ. ഇത് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ വി ഗോസ് ഫാസ്റ്റ്. സർഫ് ചെയ്തുകൊണ്ട് തന്നെ പോകും, റൈറ്റ്? വിട്ട് കഴിഞ്ഞാൽ ഗോ സ്ലോ ഡൗൺ. ഐ ഗോട്ട് ദാറ്റ്. പക്ഷേ അതിൻ്റെ വിളിച്ചാൽ അത് ഭയങ്കര ചൂടാണ്. സോ ഐ ഡിഡ്ന്റ് പിക്ക് ഇറ്റ് അപ്പ്. Then the next year, Beer പോയിട്ട് I got a paragliding course and license. So independent paraglider, independent kite surfer. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിക്കപ്പ് ചെയ്യണം. സോ ഇങ്ങനത്തെ ambitions ആണെങ്കിൽ I want the money to be there to do all of these things. If I want to another startup, risk കാരണം ആ സ്റ്റാർട്ടപ്പ് എനിക്ക് ചെയ്യാൻ പറ്റാതിരിക്കരുത്, റൈറ്റ്? That's the only thing. That is the only yardstick by which I measure my wealth. ഹെൽത്ത്, വെൽത്ത് ആൻഡ് റിലേഷൻഷിപ്സ്, ഇതാണല്ലോ KPH പോഡ്കാസ്റ്റിൽ. അപ്പോൾ ഹെൽത്തും വെൽത്തും കേട്ടു, ഇനി റിലേഷൻഷിപ്സ് കേൾക്കാം. Always been really, really bad at relationships, right? I'm a single child. അപ്പോൾ sibling relationship പോലും ഉണ്ടായിരുന്നില്ല. Romantic relationship, there is nothing. I am 33 right now. I had no timeline to get married. I'll get married at some point, right? ബാക്കി ഫ്രണ്ട്സിൻ്റെ റിലേഷൻഷിപ്പിൽ I really sucked at it. I was very bad at it. College I had some amazing friends. School I had some amazing friends. About 20s, at least early startup years, I did not have the money or energy or anything to just go or hang out. And plan it in, at least you need 1,000 rupees to get there, right? About initial years, I did not even have that. About കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ മെല്ലെ ഇങ്ങനെ ബാക്ക് അടിച്ചു. And then it became a habit. Solitude became so comforting, right? കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഓരോ കമ്മ്യൂണിറ്റീസിൽ. ഇപ്പോൾ ഡെവലപ്പർ കമ്മ്യൂണിറ്റീസിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയിലെ ഫ്രണ്ട്സ് ഉണ്ട്, മോട്ടോർ സൈക്ലിംഗ് കമ്മ്യൂണിറ്റിയിലെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഐ ഹാവ് ലൈക്ക് ഫ്രണ്ട്സ് ടു ഹാങ് ഔട്ട് വിത്ത്. ബട്ട് പണ്ടത്തെ ഓൾഡ് ഫ്രണ്ട്സ് എല്ലാം ചെയ്തു. ബട്ട് ഇൻ മൈ 30s ഐ എം ട്രൈങ് ടു അൺഡു ഇറ്റ്. അപ്പോൾ ഐ എം ആക്റ്റീവ്ലി ട്രൈങ് ടു റീച്ച് ബാക്ക് ടു മൈ ഓൾഡ് ഫ്രണ്ട്സ്, ട്രൈങ് ടു സ്പെൻഡ് ടൈം വിത്ത് ദം. ഇപ്പോൾ ഇവിടുന്ന് വരുന്നതിന് മുന്നേ തന്നെ ഐ ജസ്റ്റ് ഹിറ്റ് സമ്മൺ അപ്പ്. എനിക്ക് എൻ്റെ വാട്സപ്പ് എല്ലാം പോയി. അവൻ്റെ ലിങ്ക്ഡിനിൽ കണ്ടുപിടിച്ചു, ലിങ്ക്ഡിനിൽ മെസ്സേജ് ആയിട്ട് വിൽ get on a call. And it gives me happiness right now. It gives me a lot of pleasure and calmness. Other than that, I have nothing to say on that. I'm the worst person to talk about it. Okay, and you are at least making the change. That's a good thing. That's a good thing. I'm also happy about it. Rahul has grown. Awesome. Yes. Yeah, I mean that concludes, I think, last 1.5 hours നമ്മൾ ഒരു long conversation ആയിരുന്നു. Rahul of Entri. We actually went deep, very, very deep into the CTO engineering thing. Even ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ വേറെ ഒറ്റ പോഡ്കാസ്റ്റിൽ ഇത്രയും ഡീപ്പായിട്ട് പോയിട്ടില്ല in this particular topic. And ഈ ടോപ്പിക് വിൽ ബി റിയലി യൂസ്ഫുൾ. ഇപ്പം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ CTO സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയൊരു ബെസ്റ്റ് സാധനമാണ്. ആൻഡ് താങ്ക്സ് അഗെയിൻ ഫോർ റിയലി ഗുഡ് ടോക്കർ. Always wanted to come and do a good job in your podcast. Yes. So I'm happy, Thank you. I mean, നമ്മൾ ഫസ്റ്റ് ഐ തിങ്ക് കണ്ടത് തൃശ്ശൂർ വെച്ചാണ്. I think കുറേ കാലമായി KPH. I always want to do more for KPH. Yes. Entry is always there anytime you want to use it. Entry ആണ് ആക്ച്വലി നമ്മൾ ഹോസ്റ്റ് ചെയ്യാറ് മീറ്റപ്സിനും. It's always there. Not just for KPH, എന്ത് കമ്മ്യൂണിറ്റി, അതായത് എന്ത് ടെക് ആണെന്നും കൂടി ഇല്ല. If you're just a bunch of people with the passion, just come use Entry anytime. It's just there. Yes. Thank you so much. Thanks a lot, man. Yes. ഓക്കെ, നമ്മൾ പല്ലുവ വയ്ക്കണം. ഉൽവ. Okay, yeah.
ഡാം ദാറ്റ്സ് ഗുഡ്. അതിൻ്റെ പൊമഗ്രാനേറ്റ് ഞാൻ കഴിക്കുന്നത്. പൊമഗ്രാനേറ്റ് ഹൽവ അതെ കഴിക്കുന്നത്. കോമൺ ആണോ അത് പൊമഗ്രാനേറ്റ്? ഇല്ല, ഞാൻ അത് കാണുന്നത് നോട്ട്. വെരി ഗുഡ്. ഞാൻ ബ്ലാക്ക് ഹൽവ മാത്രമേ കണ്ടിട്ടുള്ളൂ. അടിപൊളിയാവും. ഓക്കെ, ഹൽവ യു ഹാവ് എ കസ്റ്റമർ നൗ. ഈ ഒരു എപ്പിസോഡിൽ സ്പോൺസർ കീ വാല്യൂ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള കമ്പനിയാണ്. 120 പ്രൊഡക്ട്സ് ആണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതും ഒരു എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീമാണ്. ഇവർ ഏജൻറ്റിക് അല്ലെങ്കിൽ ഏജൻസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള പയനിയേഴ്സും കൂടിയാണ്. ഇവർ ഓൺ പ്രൊഡക്ട്സ് ആയിട്ടുള്ള കോഫി എന്ന പ്രൊഡക്റ്റ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എഞ്ചിനീയറിംഗ് ടീം അവരുടെ ഓഫീസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പല അവസരങ്ങളിലായിട്ട്. ഒരു സിംഗിൾ ഫ്ലോർ ഓഫീസാണ്. ഒരു സ്റ്റാർട്ടപ്പ് കൈൻഡ് ഓഫ് കൾച്ചറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കമ്പനിയാണ്. ഒരു ഹയറിംഗ് ആണ്. അപ്പോൾ മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇഫ് യു വാണ്ട് ടു ലേൺ മോർ അബൌട്ട് കീ വാല്യൂ ആസ് വെൽ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നൗ ബാക്ക് ടു ദി വീഡിയോ.